എല്ലാവർക്കും ഹായ്. പീസ് മുത്തു, കുറെ കാലത്തിന് ശേഷം ഹിക്ക, 3 ഹിക്കമാർക്കും 4 ഹിക്കമാർക്കും. യെസ് പാത്തു പറയൂ, എന്താണ് വിശേഷം? ഇന്ന് അവതരിപ്പിക്കാനുള്ള വിഷയത്തിലേക്ക് കിടക്കാം. എന്റെ വിഷയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നെങ്ങനെ തേച്ചൊട്ടിച്ചത്. അതെ, കാരണം എന്താ നിങ്ങളുടെ 3 ചാനലിന്റെ പേര് ടോപ്പിലുണ്ട്, എന്റേതോ എവിടെ? പെണ്ണല്ലേ? അതെ, ഇതാണുങ്ങളുടെ ഞാൻ പോവാ, മതി. അങ്ങനെ പറയരുത്. സ്ത്രീകൾക്ക് പെർഫ്യൂം അടിക്കൽ ഹറാമാണ്. സ്ത്രീകൾക്ക് പെർഫ്യൂം അടിക്കൽ ഹറാമാണ്. പാദസരം ഇടൽ ഹറാമാണ്. ലോഗോ വെക്കൽ ഹറാമാണ്. പുതിയതാണ്. പിടിച്ചോ. അതുകൊണ്ടല്ലേ എന്റെ ഫേസ് അതിലുള്ളതുകൊണ്ടാണല്ലേ? അതെ അതെ, ജീവനില്ലാത്ത ലോകത്തിൽ ഞങ്ങൾ വെക്കാം. അതെ, അതാണ് കാരണം. പീസ് മുത്തുവിന്റെ DP പോലെ ജീവനില്ലാത്തൊരു പൂച്ച. കണ്ണു മാത്രമല്ലേ ഉള്ളൂ. ശരിക്കും പീസ് മുത്തുവിന്റെ DP എന്നെ കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, രമ്പ പറ്റണിയന്മാര് പോലെ. ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ വിളിക്കാൻ? ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു വിളിക്കണം എന്നൊക്കെ. ഒരു സെന്റി വിളിക്കില്ല. ഒരു കാര്യം ചെയ്യും, മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ചുമ്മാ ഒരു ലൈവ് പോ, അപ്പോൾ അതിൽ കോള് വരും. അപ്പോൾ അതെടുക്ക്, ലൗഡ് സ്പീക്കറിൽ ഇട്ടാൽ മതി, നമുക്ക് ഇവിടെ സംസാരിക്കാം. ഓക്കെ, എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഞാൻ ഭയങ്കര ബ്രില്യന്റ് ആയതുകൊണ്ട് എനിക്കിതൊക്കെ ഓൾറെഡി അറിയാം. അപ്പൊ ഒന്ന് പറഞ്ഞു തന്നാൽ മതി, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എങ്ങനെയാണ്? ഇതാണ് പെണ്ണുങ്ങൾക്ക് പകുതി ബുദ്ധിയുള്ളതെന്ന് പറയുന്നതാണ്. നിങ്ങളെ തലച്ചോറിന്റെ വലിപ്പം എനിക്കില്ല. വലിപ്പല്ലേ, പകുതിയുള്ളൂന്നായി പറഞ്ഞേ. ഈ ബുദ്ധി കൂടുമ്പോ ഇങ്ങനെ നെറ്റ് കയറുന്ന കേൾക്കുക. അതാണ് ആരിഫ് ഖാന്റെ നെറ്റ് ഇങ്ങനെ കയറിപ്പോയത്. അതെ അതെ അതെ, കണ്ടില്ല, നെറ്റ് പോലും ഇല്ല. അതിന്റെ അർത്ഥം ബുദ്ധി ഇല്ല എന്നാണ്. നെറ്റിൽ ഏസെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധി കുറച്ചുണ്ടെന്ന് സമ്മതിക്കായിരുന്നു. ഇത് കൂടിയത് മനസ്സിലാക്കാം, ഇത് തീരെ ഇല്ലാതായ എന്ത് ചെയ്യും? ഓക്കെ, ഹായ് എവ്രിവൺ. സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് ഫെമിനിസ്റ്റ് പാരഡോക്സ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ചാണ്. എന്താണ് പാരഡോക്സ് എന്നുള്ളത് നെക്സ്റ്റ് ഫ്യൂ സ്ലൈഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിക്കണമെന്ന്. സോ നെക്സ്റ്റ് സ്ലൈഡ്. കുറച്ചും കൂടെ എൻലാർജ് വെക്കാൻ പറ്റില്ല, അതോ ഇത്ര സൈസ് കിട്ടുള്ളൂ? ഓഹോ, That's what she said. Why we need emojis showing powerful girls. ഇത് ഒരു ക്യാമ്പയിൻ ആയിരുന്നു 2016 ആൻഡ് 2016 ഓൾവേസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഗൂഗിളിലും വാട്സാപ്പിലും ഒക്കെ ഇമോജീസിൽ എപ്പോഴും ആണുങ്ങളാണ് സിമ്പിൾ, പെണ്ണുങ്ങളില്ല. ഈ ആണുങ്ങളുടെ സിമ്പിൾ മാത്രമേ. ഇപ്പോൾ ഫയർമാൻ ആണെന്നുണ്ടെങ്കിൽ ഫയർ വുമൺ ഇല്ല. സോ അങ്ങനെ ഒരുപാട് സിമ്പിൾസിൽ ലേഡീസ് മിസ്സിംഗ് ആയിരുന്നു. അവരൊരു ക്യാമ്പയിൻ ഇറക്കി, ഗൂഗിൾ ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ സമയത്തുള്ള ഫെമിനിസ്റ്റുകളൊക്കെ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസും ക്യാമ്പയിൻസ് ഒക്കെ ചെയ്ത് വൈ വി നീഡ് ഇമോജീസ് ഷോയിങ് പവർഫുൾ ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ആവശ്യം എന്താണ്, ലൈക് ഗേൾസിന് റെപ്രസെന്റഡ് ആവണം. വാട്സാപ്പും ഗൂഗിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇമോജീസ് റെപ്രസെന്റഡ് ആവണം എന്ന് ഓർത്തിട്ട്. ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ ആണ് ഫീമെയിൽ ബൈക്കേഴ്സ് ഇല്ല. ഇവരിങ്ങനെ ക്യാമ്പയിൻ ചെയ്തതിന് ശേഷം ഗൂഗിള് എന്തെന്ന് വെച്ചാല് അവരുടെ ഒരു യൂണിക്കോഡ് എക്കോസിസ്റ്റം വഴി ഏകദേശം ഒരു 33 ഇമോജീസ് ഗേൾസിന് വേണ്ടിയിട്ട് ഇറക്കി. ഇപ്പൊ നമ്മള് വാട്സാപ്പ് യൂസ് ചെയ്യുമ്പോഴും ഒരുപാട് എക്സ്ട്രാ ഇമോജീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഗേൾസിന്റെ കൗണ്ടർ പാർട്സും കാണാം, മെയിൽസിന്റെ ഇമോജീസ് ഉണ്ടാകുമ്പോൾ അതിന്റെ അടുത്ത് ഗേൾസിന്റെയും കാണാം. ഇവരുടെ ഈ ക്യാമ്പയിൻ കാരണം ശരിക്കും ഒരു മാറ്റം വന്നു. ഇത് ഒരു സൈഡിലുണ്ട്. ഇത് 2016 തന്നെ ഒരു ജർമ്മൻ പൊളിറ്റീഷ്യൻ പ്രോ ഇമിഗ്രന്റ്, ലൈക് ഓപ്പൺ ബോർഡേഴ്സിന് വേണ്ടിയിട്ടും ഇമിഗ്രേഷൻ സെന്റേഴ്സിൽ വോളണ്ടിയർ ചെയ്യുന്ന അവർക്ക് വേണ്ടി ആക്ടിവിസം നടത്തുന്ന ഒരു പൊളിറ്റീഷ്യനാണിത്. അവര് ഇമിഗ്രേഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് 3 ഇമിഗ്രൻസ് റേപ്പ് ചെയ്യണ്ടായി. ആ സമയത്ത് തന്നെ അവർ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ പോലീസിനോട് അവർ കള്ളം പറഞ്ഞു, എന്നെ റേപ്പ് ചെയ്തത് 3 ജർമ്മൻ സംസാരിച്ച ആൾക്കാരാണെന്ന്. അവര് അറബിക്കാണ് സംസാരിച്ചത്, അറബിക് ആൻഡ് ഫാഴ്സി മിക്സ്ഡ് ആയിട്ടാണ് സംസാരിച്ചതെന്ന് പോലീസിന്റെ അടുത്ത് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അവര് കണ്ടുപിടിച്ചു കളഞ്ഞു ഇത് അവർ കള്ളം പറയണമെന്നുള്ളത്. പിന്നെ അവർ കൺവിക്റ്റഡ് ആയി. പക്ഷെ എന്തുകൊണ്ടാണ് അവർ പോലീസിനോട് പറയാതിരുന്നതെന്ന് വെച്ചാല്, ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ആന്റി ഇമിഗ്രന്റ് സെന്റിമെന്റ് കൂടോ, ആൾക്കാർക്ക് റേസിസ്റ്റ് ആറ്റിറ്റ്യൂഡ് കൂടോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പൊളിറ്റീഷ്യൻ അത് പറയാതിരുന്നത്. ഈ 2 ഇഷ്യൂവിലുള്ള ഐറണി മനസ്സിലാവണില്ലേ? കാരണം ഒന്നാമത് ഇമോജീസിലെ റെപ്രസെന്റേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിനിങ് നടത്തിയ ഫെമിനിസ്റ്റുകള് അവരെ തന്നെ റേപ്പ് ചെയ്യുന്ന ആളുകൾ വന്നിട്ടും അവര് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഓഫീസിൽ പൊതുവെ ഈ ടെമ്പറേച്ചർ, ലൈക്ക് AC ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടാവുക. സോ ഗേൾസിന് കുറച്ച് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടാവും പൊതുവെ ഇഷ്ടമാവുക. അപ്പൊ എപ്പോഴും ഗേൾസ് ഓഫീസിൽ തണുത്തിരിക്കും. ഇപ്പൊ ബോയ്സിന് ആവശ്യമുള്ള ടെമ്പറേച്ചർ മാത്രമാണ് ഓഫീസിലൊക്കെ പൊതുവെ ഉണ്ടാവുക. ഇതിനെതിരെ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്യാമ്പയിൻസ് ആ സമയത്ത് നടന്നിരുന്നു, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വന്നിരുന്നു. അങ്ങനെ ഇതൊരു വലിയ നാഷണൽ ഇഷ്യൂ ഒക്കെ ആയിരുന്നു, എങ്ങനെ നമ്മൾ ഗേൾസിനും കമ്പാറ്റബിൾ ആയിട്ട് ഓഫീസ് തെർമോസ്റ്റാറ്റ് കുറച്ച് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഫെമിനിസ്റ്റുകൾക്ക് ടെമ്പറേച്ചറും പ്രശ്നമാണ്, അതുപോലെ
ഇമോജീസ് ഒക്കെ പ്രശ്നം ആക്കുന്നതല്ലേ, ആക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആക്കുന്ന ഫെമിനിസ്റ്റുകൾ തന്നെ അറ്റ് ദ സെയിം ടൈം ഇമിഗ്രൻസിന്റെ അടുത്ത് നിന്നുള്ള റേപ്സും വയലന്റ് അസോൾട്ട്സും ഒക്കെ വരുമ്പോ സൈലന്റ് ആയിട്ടിരിക്കണം. സോ ഇതൊരു പാരഡോക്സ് അല്ലേ? വേണമെങ്കിൽ ഒരു നല്ല മറ്റൊരു എക്സാമ്പിളും കൂടി വേണമെങ്കിൽ പറയാം. അതായത് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അട്രോസിറ്റീസിനെതിരെ എല്ലായിടത്തും പറയും, എക്സെപ്റ്റ് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദ ഹമാസ് അറ്റാക്ക് ഓൺ October 7th. അവിടെ നടന്ന ആ സാധനത്തെക്കുറിച്ച് അവർ മിണ്ടിയില്ല. അതേപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് സെലക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്റേജ്, കൺവീനിയന്റ് ആയിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുക. സോ ഈ പാരഡോക്സ് എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? സോ അതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാറ്റ് നോക്കാം. എന്താണ് ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്? ഈ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്മിസിബിൾ ആണോ, ലൈക്ക് വൺ ഓഫ് ഇവന്റോ, ലൈക്ക് ഒറ്റപ്പെട്ട സംഭവമാണോ, അതോ ജസ്റ്റ് ഒരു ഔട്ട്ലെയർ ആണോ? ഇത് ശരിക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. വെസ്റ്റിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇയുല് ഒരു ഡയറക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. നോൺ വെസ്റ്റേൺ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരും ഇമിഗ്രൻസും അതുപോലെ വയലന്റ് ക്രൈംസും ആയിട്ടുള്ള സെക്ഷൽ വയലൻസ് ആയിട്ടും ഡയറക്റ്റ് കോറിലേഷൻ ഉണ്ട്. അത് യുഎൽ മൊത്തമായിട്ടുള്ള സംഭവമാണ്. ഇത് ഞാൻ യുവിന്റെ കാര്യം പറയുന്നത്, US ഇങ്ങനല്ല. സോ ഞാൻ ഇപ്പൊ പറയുന്നത് വെസ്റ്റിന്റെ കോണ്ടെക്സ്റ്റിലാണ്. ഈ ഒരു 2013-2023 കാലയളവിൽ യൂറോപ്യൻ യൂണിയനിൽ തന്നെ 79% ഇൻക്രീസ് ആണ് സെക്ഷൽ വയലൻസിൽ ഉണ്ടായിരുന്നത്. അതൊരു ചെറിയ ഇൻക്രീസ് അല്ല. 79% എന്ന് പറയുമ്പോൾ അത് ക്രേസി നമ്പർ ആണ്. ലൈക്ക് 79% ഇൻക്രീസ്, ഇത്രയും ചെറിയ സ്പാനിന്റെ ഉള്ളിൽ 79% ഇൻക്രീസ് ആവുക. കാരണം എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, സഞ്ചാരം അങ്ങനത്തെ പരിപാടിയൊക്കെ കാണുമ്പോൾ ഇയാള് ഓരോ യൂറോപ്യൻ കൺട്രീസിൽ പോകും, എന്നിട്ട് പറയും വളരെ ശാന്തമാണ്, സ്വസ്ഥമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലെ യൂറോപ്പ് അങ്ങനെയാണ്. പക്ഷെ ഈ ഒരു കാലയളവിൽ ഇത്രയും വയലന്റ് ക്രൈംസ് കാണുമ്പോൾ അത് ഒരു കൾച്ചറൽ ഷിഫ്റ്റ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് ഈ കാലയളവിന്റെ ഉള്ളിൽ. അഫ്കോഴ്സ് ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല, കോറിലേഷൻ അല്ല കോസേഷൻ. എന്നിരുന്നാലും ഇത്രയും വയലൻസ്, ലൈക്ക് ഞാൻ ജസ്റ്റ് 3 കൺട്രീസിന്റെ എക്സാമ്പിൾ വെച്ച് പറയാം. സ്വീഡൻ, ജർമ്മനി, UK നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പോയില്ല. പക്ഷെ സ്വീഡൻ നോക്കാം. സ്വീഡനിലാണ് ഏറ്റവും കൂടുതൽ കോംപ്രിഹെൻസീവ് സ്റ്റഡീസ് നടന്നിട്ടുള്ളത്. 2026 ഒരു പിയർ റിവ്യൂഡ് സ്റ്റഡിയിൽ 4032 കൺവിക്ഷൻസ് ഫോർ റേപ്പ്, അഗ്രവേറ്റഡ് റേപ്പ്, അറ്റംപ്റ്റഡ് റേപ്പ് അഗൈൻസ്റ്റ് അഡൾട്ട് വുമൻ മാച്ച്ഡ് വിത്ത് 20,160 കൺട്രോൾസിൽ അവര് സ്റ്റഡി നടത്തി 2026. അതിൽ കണ്ടെത്തിയത് എന്താന്ന് വെച്ചാല് ഓൾമോസ്റ്റ് 63% ഓഫ് കൺവിക്റ്റഡ് റേപ്പിസ്റ്റ് ഇമിഗ്രന്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരുന്നു. എന്ന് വെച്ചാൽ അവര് ഒന്നെങ്കിൽ ഫോറിൻ ബോൺ ആണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പാരന്റ് ഫോറിൻ ബോൺ ആണ്. 2 പാരന്റ്സ് സ്വീഡിഷിൽ, അതിൽ ഒരു പാരന്റ് ഫോറിൻ ബോൺ ആണ്. സോ ഇതാണ് ഇവര് സ്വീഡനിൽ കണ്ടെത്തിയത്. 63% ഒരു വലിയ നമ്പറാണ്. നമ്മൾ വിചാരിക്കും 63% ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ അതത്ര വലുതല്ലല്ലോ. പക്ഷെ ഇമിഗ്രൻസ് അവിടെ മൈനോറിറ്റി ആണ്. ഈ മൈനോറിറ്റി ആണ് 63% വയലന്റ് ക്രൈംസും ചെയ്യുന്നത്. സോ അതിന്റെ ഗ്രാവിറ്റി എന്താന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ജർമ്മനിയില് സ്പെസിഫിക്കലി റേപ്പ്, സെക്ഷൽ അസോൾട്ട് 39% നോൺ ജർമ്മൻ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 39% ചെറിയ നമ്പർ ആണെന്ന് വിചാരിക്കരുത്. കാരണം ഇമിഗ്രൻസ് മൈനോറിറ്റി ആണ്. അതാണ് 39% ഇവര് കോൺവിക്റ്റഡ് ആവുന്നത് വയലന്റ് ക്രൈംസിന്. ഇതിലിപ്പം UK നോക്കുകയാണെങ്കിൽ UK നമ്മൾ ലൈക്ക് ഗ്രൂമിംഗ് ഗാങ്സിനെ കുറിച്ചൊക്കെ മുമ്പ് പറയുന്നതാണ്. അത് ആരിഫിന്റെ ചാനലിൽ തന്നെ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഗ്രൂമിംഗ് ഗാങ്സിനെ കുറിച്ചിട്ടൊക്കെ. ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. 10-15% പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ UK ഫോറിൻ നാഷണൽസ്. അവരാണ് 15% ഓഫ് സെക്ഷൽ ഒഫൻസിൽ ഉള്ളത്. ഫോറിൻ നാഷണൽസിനാണ് 71% ഹയർ കൺവിക്ഷൻ റേറ്റ്. പക്ഷെ നമ്മൾ സ്വീഡനിലെ ഡേറ്റ എടുക്കുമ്പോഴും UKന്റെ ഡേറ്റ എടുക്കുമ്പോഴും ഒരു പ്രത്യേകത ഉണ്ട്. സോ ഇവര് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. ഇവര് എത്നിസിറ്റി സെൽഫ് റിപ്പോർട്ടഡ് ആണ്. അതുപോലെ നമുക്കൊരു ഡയറക്റ്റ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ പോലീസ് ഓഫീസേഴ്സ് തന്നെ ഈ റേസിസ്റ്റ് അലിഗേഷൻസ് ഇല്ലാണ്ടിരിക്കാൻ മാക്സിമം ഡാറ്റ സ്ക്യൂ ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് റിവ്യൂ ചെയ്യപ്പെട്ടത്. സോ UKയിലുള്ള ഡേറ്റ അനലൈസ് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ലൈക്ക് അത് നമുക്ക് ഡേറ്റ എടുക്കാൻ. സ്വീഡനിലാണെങ്കിൽ കുറച്ചും കൂടെ അത് കോംപ്രിഹെൻസീവ് ആയിട്ട് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ UKയിൽ കുറച്ചും കൂടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കാരണം ഇവർക്ക് ഒരു ഡയറക്റ്റ് കോറിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും. ഈ UK തന്നെ ഏറ്റവും കൂടുതൽ വയലന്റ് ക്രൈംസിലും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമത്തിലൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള, അതുപോലെ ആഫ്രിക്കയിൽ നിന്നുള്ള ആണുങ്ങളാണ്. ആൻഡ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് അഫ്ഗാനിസ്ഥാനികളും എരിത്രിയൻസും. അവരാണ് ഏറ്റവും കൂടുതൽ ക്രൈംസ് ചെയ്തതായിട്ട് കൺവിക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3 to 20 times ഹയർ ആണ് അവരുടെ കൺവിക്ഷൻ റേറ്റ്. സുഡാൻ, ചാഡ്, നമീബിയ അവരും ഈ ക്രൈം റേറ്റ്സിൽ ഹൈ ആണ്. യുകെയിലുള്ള അവസ്ഥ ഇതാണ്. ഇത്രയും ക്രൈം നടക്കുമ്പോൾ, ക്രൈം എന്ന് വെച്ചാൽ വളരെ ഡയറക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തല്ലോ. ഈ ഇമിഗ്രൻസും ലൈക്ക് മിഡിൽ ഈസ്റ്റേൺ ആൻഡ് ആഫ്രിക്കൻ ഇമിഗ്രൻസും, MENA റീജിയനിൽ നിന്നുള്ള ഇമിഗ്രൻസും ആഫ്രിക്കൻ റീജിയനിൽ നിന്നുള്ള ഇമിഗ്രൻസും ക്രൈമായിട്ട്, സെക്ഷൽ വയലൻസും അതുപോലെ റേപ്പായിട്ടും പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. ആൻഡ് ഇത് എക്സ്ട്രീംലി വെൽ ഡോക്യുമെന്റഡ് ആണ്. സോ അതൊരു ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ അല്ല.
ഇത്രയും നടന്നിട്ടും ഇത്ര സ്പാൻ ഓഫ് ഇയേഴ്സ് എന്ന് വെച്ചാൽ ഒരു വർഷം റേപ്പ് ഉണ്ടായിട്ട് പിറ്റത്തെ വർഷം അത് കം ഡൗൺ ചെയ്യുക, അങ്ങനല്ല, ഇത് വർഷങ്ങളോളം സ്പാൻ ചെയ്യുന്ന സ്റ്റഡികളാണ്. സോ ഇങ്ങനെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ലിബറൽ ഫെമിനിസ്റ്റ്, ആ നാട്ടിലുള്ള വെസ്റ്റേൺ ലിബറൽ ഫെമിനിസ്റ്റ് എന്തുകൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റത്തെ ഒരു റീസൺ ആണ് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക്, ഇന്റർസെക്ഷനാലിറ്റി ആൻഡ് ആന്റി റേസിസം. സോ ഇവരുടെ ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ മെൻ വേഴ്സസ് വുമൺ കൂടെ അല്ലാതെ സ്ത്രീകൾക്കാണെങ്കിലും ഡിഫറെന്റ് ലെവൽസ് ഓഫ് അവരുടെ ക്ലാസ് ആയിരിക്കാം, അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ആയിരിക്കാം, ഈ ഒരു എല്ലാ കാറ്റഗറീസും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് അതിൽ ഫെമിനിസം വരുത്തണം. സോ ഒപ്രസർ ഒപ്രസ്ഡ് ഡൈനാമിക്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് വുമന്റെ പേഴ്സ് ഒരാൾ കട്ടുകൊണ്ടുപോയി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് വുമന്റെ പേഴ്സ് ഒരാൾ കണ്ടുപോയി. പക്ഷെ ഇവർ രണ്ടുപേരും നേരിടുന്ന എക്സ്പീരിയൻസസ് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അവർ രണ്ടുപേരും സ്ത്രീകളാണെങ്കിലും. അതാണ് ഇന്റർസെക്ഷണൽ ഫെമിനിസം. കാരണം അവരുടെ റേസ് അതിൽ കൺസിഡർ ചെയ്യും. ആ ഇന്റർസെക്ഷനാലിറ്റി ഈ ഒരു റേപ്പിസ്റ്റുകളായിട്ടുള്ള ഇമിഗ്രന്റും അതുപോലെ ഈ റേപ്പ് നേരിടപ്പെടുന്ന സ്ത്രീകളിലോട്ടും ഇവർ ഒപ്രസർ ഡൈനാമിക് കൊണ്ടുവരും. ഫെമിനിസ്റ്റുകൾ ഇതിന് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ റാഷണലൈസ് ചെയ്യാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സെക്ഷൽ വയലൻസിനെ ഒരു ഇമിഗ്രന്റ് പ്രോബ്ലം അല്ലാതെ ഒരു യൂണിവേഴ്സൽ മെയിൽ പ്രോബ്ലം ആയിരിക്കും. പേട്രിയാർക്കിയാണ് അതിന് കാരണം, എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിലുള്ള ഇഷ്യൂ വെച്ചാൽ ഈ പെർട്ടിക്കുലർ സബ്സെറ്റ്സ് ഓഫ് ഇമിഗ്രൻസിന്റെ അടുത്തുള്ള ഈ ഇഷ്യൂനെ മറക്കാൻ വേണ്ടിയിട്ട് ഇത് ആണുങ്ങൾ എല്ലാവരും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പേട്രിയാർക്കിന്റെ തലയിലിടുക, അങ്ങനത്തെ ഒരു സംഭവം കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് ഇവര് പറയുന്നത് വെച്ചാല്, ഒരു ഗേൾ വന്നിട്ട് ഈ ബ്ലാക്ക് ആയിട്ടുള്ള ആളെ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർ പറയും അങ്ങനെ റേഷ്യലൈസ് ചെയ്യരുത്, അത് റേസിസ് ആണ്. സോ അത് എന്താണ് അവർ സൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇതൊരു പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്ററി വെച്ചാൽ ഒരുപാട് വെള്ളക്കാര് ലോകം മുഴുവൻ അവർ കോളനൈസ് ചെയ്തിട്ടുണ്ട്. അവർ കോളനൈസ് ചെയ്യുമ്പോൾ അവർ പൊതുവെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഈ ബ്രൗൺ ആളുകൾ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ആളുകളൊക്കെ വളരെ സാവേജ് ആണ്. സോ ഇവരുടെ സാവേജ് ആയിട്ടുള്ള റിച്വൽസ് നിന്നും നമ്മൾ ഇവരെ രക്ഷിക്കണം, നമുക്ക് അവരിലോട്ട് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരണം. ആ ഒരു സേവിയർ കോംപ്ലക്സ് അത് വൈറ്റ് ആൾക്കാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവർ ഗേൾസിനെ സേവ് ചെയ്യാൻ നടക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സേവിയർ കോംപ്ലക്സിന്റെ ആവശ്യമില്ല, ഇങ്ങനെ റേസിസ്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. 2016 യൂറോപ്പിനെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. എന്നുവെച്ചാൽ കൊളോണിലെ ന്യൂ ഇയറിന്റെ ഈവിലെ അസോൾട്ട് ഓൾമോസ്റ്റ് ഒരു 1200, അതിന്റെ മുകളിലുണ്ട് സ്ത്രീകളെ ഇമിഗ്രൻസ്, അവിടെ വന്ന് ഇമിഗ്രൻസ് കൂട്ടം കൂടി നിന്നിട്ട് ആക്രമിച്ചു, അവരെ അസോൾട്ട് ചെയ്തു, ഒരു ഗേളിനെ റേപ്പ് ചെയ്തു, മൾട്ടിപ്പിൾ ഗേളിനെ മൊലസ്റ്റ് ചെയ്തു. ഇത്രയും ഇമിഗ്രൻസ് അവിടെ വന്നിട്ട് ആ ഗേൾസിനെ ആക്രമിച്ചു. അത് അന്ന് ജർമ്മനി മാത്രമല്ല, അത് യൂറോപ്പിനെ മുഴുവൻ അതൊരു ടോക്കിംഗ് പോയിന്റ് ആയിരുന്നു. ആ സമയത്ത് ആഞ്ചല മെർക്കലിനെ അവർ ക്രിറ്റിസൈസ് ചെയ്തു. ഇങ്ങനെ ഓപ്പൺ ബോർഡർ പോളിസീസിനെയും ലീനിയന്റ് അസൈലം പോളിസീസിനൊക്കെ അവർ ആ സമയത്ത് ക്രിറ്റിസൈസ് ചെയ്യണ്ടായി ജനങ്ങൾ തന്നെ. ആ ഒരു സംഭവം ഉണ്ടായപ്പം കുറെ ആൾക്കാർ വന്നിട്ട് ഇമിഗ്രൻസ് എന്താണ് ഇങ്ങനെ, ഇമിഗ്രൻസ് ആണ് ഇത് ചെയ്തത്. അഫ്കോഴ്സ് ഇമിഗ്രൻസ് ആണ് ഇത് ചെയ്തത്. മിഡിൽ ഈസ്റ്റേൺ ലുക്കിംഗ് മെൻ എന്നാണ് വിക്ടിംസ് പറഞ്ഞത്. അവർ ഒരുപാട് CCTV ഫുട്ടേജ് ഒക്കെ പരിശോധിച്ചപ്പോഴും അത് തന്നെയാണ് സത്യമായിട്ട് തെളിഞ്ഞത്. ഒരുപാട് ആൾക്കാർ ആ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. സോ റൈറ്റ്ഫുള്ളി ജനങ്ങൾ പറഞ്ഞു ഇമിഗ്രൻസ് എന്താണ് ഇങ്ങനെ ഇമിഗ്രൻസ് ഇങ്ങനെ അൺചെക്ഡ് ആയിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ പുറത്തു വന്നപ്പം ആ സമയത്ത് ഒരുപാട് ഫെമിനിസ്റ്റുകൾ വന്നിട്ടും അങ്ങനെ പറയാൻ പാടില്ല, ഇമിഗ്രൻസ് ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് റേഷ്യലൈസ് ചെയ്യും. അവരും ആണുങ്ങളാണല്ലോ, അപ്പൊ ആണുങ്ങളാണ് ഇതിന് ഉത്തരവാദി, ഇമിഗ്രൻസ് എന്ന് പറയാൻ പാടില്ല, അത് മറച്ചു വെക്കണം. അങ്ങനെ മറച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റേസിസം നമ്മുടെ സൊസൈറ്റിയിൽ വർദ്ധിപ്പിക്കും. ഇതാണ് അവർ പറഞ്ഞത്. ആൻഡ് ഈ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കൾച്ചേഴ്സിലും റേപ്പ് ഉണ്ട്, അതുകൊണ്ട് ഓക്കെയാണ്, എല്ലാ കൾച്ചേഴ്സിലും റേപ്പ് ഉണ്ടല്ലോ. സോ ഇത് ആ ഒരു കൾച്ചറിന്റെ മാത്രം പ്രശ്നമല്ല എന്നാണ് ആ സമയത്തുള്ള ഫെമിനിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. ഗ്രൂമിംഗ് ഗാങ്സ് ഇപ്പൊ അടുത്ത് ആണ് അതിന്റെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എന്താണ് സംഭവം എന്ന് ഇപ്പൊ തന്നെ അറിയാം. കുറച്ച് മുമ്പുള്ള ഇഷ്യൂ ആണ് ഈ മറ്റേ കൊളോണിലെ ന്യൂ ഇയർ ഈവ്. റോത്തറമിലൊക്കെ നടന്ന ഗ്രൂമിംഗ് ഗാങ്സിന് പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗാങ്സ് ആയിരുന്നു. സോ അവര് ആ സമയത്ത് പാകിസ്ഥാനി എന്ന് പറയാതെ ഏഷ്യൻ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കുറെ കഴിഞ്ഞിട്ടാണ്. ഇങ്ങനത്തെ ഒരു ഗ്രൂമിംഗ് ഗാങ് ഇല്ലെന്ന് തന്നെയായിരുന്നു കുറെ കാലം അവർ പറഞ്ഞിരുന്നത്. ഗ്രൂമിംഗ് ഗാങ് ഉണ്ടെന്ന് സമ്മതിച്ചപ്പോൾ അതൊരു ഏഷ്യൻ ഗ്രൂമിംഗ് ഗാങ് ആയി. സോ കുറെ ഏഷ്യൻസ് വന്നിട്ട് അങ്ങനെ ഏഷ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് പറയണം എന്ന് പറഞ്ഞപ്പോഴും അവർക്കത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതില് സാദിഖാനുണ്ട്. സോ സാദിഖാന്റെ ഒരു ഹിയറിംഗ് കേട്ടിട്ടുണ്ടാവും. സാദിഖാന്റെ ബാക്കിലുള്ള ഒരു ലേഡി ഉണ്ടല്ലോ. സോ അവര് സെനറ്റർ ആയിട്ടുള്ള അവര് സാദിഖാനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ, ഗ്രൂമിംഗ് ഗാങ്സ് ലണ്ടനിൽ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്ന് സാദിഖാനോട് ചോദിക്കുമ്പോൾ സാദിഖാൻ അത് ക്വസ്റ്റ്യൻസ് ഫുള്ളി ഇവേഡ് ചെയ്തിട്ട് ആള് പറയാണ് എന്ത് ഗ്രൂമിംഗ് ഗാങ്സ് റിപ്പീറ്റഡ് ആയി ചോദിക്കാണ്. സോ അയാളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഈ സെനറ്റർ പറയണം പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗാങ്സ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയണം. അതാണ് സാദിഖാന്റെ ആവശ്യം. സാദിഖാന് ഈ സെനറ്ററിന്റെ വായിന്ന് പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ യുവർ റേസിസ്റ്റ്, യുവർ ഇസ്ലാമോഫോബ് എന്ന് പറയാൻ വേണ്ടിട്ട് നിൽക്കാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സെനറ്റർ പാകിസ്ഥാനി എന്ന് പറയുന്നില്ല.
അവര് നിങ്ങൾക്കറിയില്ലേ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറഞ്ഞിട്ട് അവർ പാകിസ്ഥാനിൽ നിന്നുള്ള വേർഡ് അവോയ്ഡ് ചെയ്യണം. സോ ഇതാണ് ഇവരുടെ ലക്ഷ്യം. പാകിസ്ഥാനിൽ നിന്നോ എന്തെങ്കിലും വായിന്ന് വരാൻ കാത്തു നിന്നിട്ട് അവിടെ ഇസ്ലാമോഫോബിയ ചാപ്പ കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ വിഷയം ഫുൾ അങ്ങോട്ട് വഴിതിരിക്കാലോ. ഒരുപാട് ഗേൾസ് ഈ ഗ്രൂമിംഗ് ഗാങ്സിന് വിക്ടിംസ് ആയിട്ട്. അതിന്റെ ഒരു ഹാരോയിൻ ഡോക്യുമെന്ററി ഒക്കെ ഉണ്ട്. നമ്മള് എന്താ പറയാ സൈക്കോല ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പഠിക്കണം എന്നുള്ള ആൾക്കാർ ആ ഡോക്യുമെന്ററി കാണാം. ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ ഒരുപാട് ആൾക്കാർ സൈലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പോലീസുകാരും സൈലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ ഗ്രൂമിംഗ് ഗാങ്സിൽ ഉൾപ്പെട്ട ക്രിമിനൽസ് ഒക്കെ പാകിസ്ഥാനിലാണെങ്കിലും ഇവർ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഒരുപാട് കാലം മുമ്പ് UK വന്നിട്ട് വളരെ ഫൈനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ വൈഫിനും ഒക്കെ അറിയായിരുന്നു. എന്നിട്ടും വീട്ടുകാരും കൂടെ സപ്പോർട്ടായിരുന്നു എന്നൊക്കെയാണ് കുറച്ച് കേസസിൽ ഞാൻ വായിച്ചത് ഈ ഗ്രൂമിംഗ് ഗാങ്സിനെ കുറിച്ചിട്ട്. സോ അവിടെയുള്ള ഫെമിനിസ്റ്റുകളും ഗ്രൂമിംഗ് ഗാങ്സിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ തന്നെ അത് റേഷ്യലൈസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ആയിട്ട് എന്താണ് അവർ സൈലന്റ് ആയിരിക്കുന്ന ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ കോഷൻ എന്നുവെച്ചാൽ അവോയ്ഡിങ് റൈറ്റ് വിങ് കോപ്ഷൻ ആൻഡ് ബാക്ക്ലാഷ്. ഇപ്പൊ ഇവിടെ സംഖ്യ എന്ന് വിളിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ സംഖ്യ അല്ല എന്ന് പറയുന്ന പോലെ അവിടെ റൈറ്റ് വിങ് എന്ന് വിളിച്ചാല് അവർക്ക് ഞങ്ങൾ റൈറ്റ് വിങ് അല്ല, ഞങ്ങൾ റൈറ്റ് വിങ്ങിന്റെ ചാപ്പ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് റൈറ്റ് വിങ് ചാപ്പ കിട്ടുന്നത് ഭയങ്കര പേടിയാണ്. ഇമിഗ്രൻസിന്റെ അടുത്തുനിന്നുള്ള ക്രൈംസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അത് സെനോഫോബിയാണ്, ഇസ്ലാമോഫോബിയാണ്, ആന്റി ഇമിഗ്രന്റ് പോളിസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വലിയൊരു കരച്ചിൽ അവിടെ. പിന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് വെപ്പനൈസ് ചെയ്യും, ലൈക് വയലൻസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ഗേൾസ്. ഈ മൈഗ്രൻസ് ഒക്കെ ഇങ്ങനെയാണെന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് വളർത്തും. എന്നിട്ട് അത് മൈഗ്രൻസിനെതിരെയുള്ള സെന്റിമെന്റ്സ് വെപ്പണൈസ് ചെയ്യാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2025 എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇത് കുറച്ച് ഫേമസ് ആയിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ അവിടെ പോയി ഇന്റർവ്യൂ ഒക്കെ ചെയ്യേണ്ടായിരുന്നു. ഈ ഒരുപാട് വുമൻസ് റൈറ്റ്സ് ഓർഗനൈസേഷൻ 100+ വുമൻസ് റൈറ്റ്സ് ഓർഗനൈസേഷൻ ഒക്കെ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് റേസിസ്റ്റ് വെപ്പണൈസേഷനെതിരെ ഫാർ റൈറ്റ് ഗ്രൂപ്പ്സിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവർക്ക് കുറെ പ്ലക്കാർഡ്സ് ഒക്കെ വെച്ചിട്ട് അതിന്റെ ഫോട്ടോ ഞാൻ റൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ വുമൻസ് റൈറ്റ്സ് ഓർഗനൈസേഷൻ ഒക്കെ എന്ന് വെച്ചാൽ ഗ്രൂമിംഗ് ഗാങ്സിന്റെ ഇഷ്യൂ ഒക്കെ വന്ന് UK കത്തി നിൽക്കുന്ന സമയത്ത് ഈ വുമൻസ് റൈറ്റ്സ് ഓർഗനൈസേഷൻ ഒക്കെ വന്നത് ഈ ഗ്രൂമിംഗ് ഗാങ്സിലുള്ള ഗേൾസിനെ പ്രൊട്ടക്ട് ചെയ്യാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനല്ല. ഇവരെല്ലാവരും കൂടി ഓർഗനൈസ് ചെയ്ത് വന്നത് എന്തിനാന്ന് വെച്ചാല് ഫാർ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകൾ ഇമിഗ്രൻസിനെതിരെ സെന്റിമെന്റ് വളർത്താൻ ഇത് യൂസ് ചെയ്യുന്നു. അവരൊന്നുമല്ലേ അതായത് റേപ്പിസ്റ്റ്, നമ്മളെല്ലാ ആണുങ്ങളും പറയണം, അല്ലാണ്ട് ഇമിഗ്രന്റ് മെന്നിനെ മാത്രം പറയരുതെന്ന് പറഞ്ഞിട്ടായിരുന്നു 100+ വുമൻസ് റൈറ്റ്സ് ഓർഗനൈസേഷൻ വന്നത്. ഇത് കുറച്ച് ഫണ്ണിയാണ് ആലോചിക്കുമ്പോൾ. കാരണം ഇത്രയും ഗേൾസ്, തൗസൻഡ്സ് ഓഫ് ഗേൾസ് അവിടെ റേപ്പിന് ഇരയാപ്പെട്ട് അവരുടെ ലൈഫ് ട്രോമക്കായി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് വന്നിട്ട് ഈ റേപ്പിസ്റ്റുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ക്രേസി. തേർഡ് റീസൺ ആണ് ഇവർ സൈലന്റ് ആയിട്ട് ഇരിക്കാനുള്ള കൾച്ചറൽ റിലേറ്റിവിസം, വെസ്റ്റേൺ പാട്രിയാർക്കി. സോ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനുള്ള പാട്രിയാർക്കി സാധനം. സോ ഈ ലിബറൽ ഫെമിനിസത്തിനെ വെസ്റ്റിനെ കണ്ടെടുത്താ വെസ്റ്റ് ഇൻഹെറിന്റ്ലി മോശമാണ്. അവർ ഒന്നാമത് ഭയങ്കര വൈറ്റ് ഗിൽറ്റാ. ഞങ്ങളെ നാട് ശരിയില്ല, ഞങ്ങളെ നാട്ടുകാർ ശരിയില്ല, ഞങ്ങളുടെ നാടിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശരിയില്ല, ഞങ്ങളുടെ റിലീജിയൻ ശരിയില്ല, ഞങ്ങളുടെ ഹോളിവുഡ് ഒന്നും ഒക്കെ നാട്ടില് വെസ്റ്റ് ഫുൾ മോശമാണെന്നാണ് ലിബറൽ ഫെമിനിസ്റ്റിന്റെ ഒരു കാര്യം. എല്ലതും അഫ്കോഴ്സ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ മൊത്തമായിട്ടുള്ള വെസ്റ്റേൺ സിസ്റ്റത്തിനോടൊരു ദേഷ്യം. അവര് ബെറ്റർ ആയിട്ട് വെക്കുന്നുണ്ടാണ്. കണ്ടോ ഇസ്ലാം എത്ര സുന്ദരം, നല്ലൊരു സിസ്റ്റം. നമ്മളെ വെസ്റ്റ് ആണ് വളരെ മോശം. അതാണ് മൈൻഡ് സെറ്റ്. ഇന്ത്യയിലും ഈ സെയിം സാധനം ഉണ്ട്. നമ്മുടെ രാഹുൽ ഈശ്വറിനൊക്കെ ഉള്ള സാധനം, ഈ ദ ഹിന്ദു ഗിൽറ്റ്, അത് ഇവിടെ ഉണ്ട്. നൈസ്. ഇത് ഞാൻ ആലോചിച്ചിട്ടില്ല ഹിന്ദു ഗിൽറ്റിനെ പറ്റിയിട്ട്. നല്ലൊരു കോൺസെപ്റ്റ്. ഇൻക്ലൂഡിങ് മീ. നമ്മൾ പറയില്ലേ അഫ്ഗാനിസ്ഥാനിലുള്ള ആണുങ്ങൾ വരുമ്പോൾ അവരുടെ വാല്യൂ സിസ്റ്റം കൊണ്ടാണ് വരിക. സോ ആ വാല്യൂ സിസ്റ്റത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ റിലീജിയൻ കൊണ്ടാണ് വരിക. അത് അങ്ങനെ പറയുമ്പോൾ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള അസംഷൻസ് ആണ്. ഈ സാധനം എന്താണ് ഞാൻ കുറെ ആലോചിക്കണം. ഈ ചിത്രം എന്താ? അത് വെറുതെ ഒരു രസത്തിന് വേണ്ടിട്ട് വെച്ചതാ. മിച്ചർ, അല്ലാതെ നീല കളറിലെ മിച്ചർ പൊട്ടിത്തെറിക്കുമ്പോ എല്ലാ സ്ലൈഡിലും കാണും. ഇതിനെ കുറിച്ചൊന്നും പറയാനായിട്ടും കാണില്ല. അതുകൊണ്ട് ചോദിച്ചാ. ഇനിയിപ്പോ തെറ്റിയിട്ടതാണോ അറിയില്ലല്ലോ. ഇത് പിന്നെ മനസ്സിലായി, ഇത് നബിദിനാണ് അതോ ഹിന്ദു പതാക? ഹിന്ദു പതാക. ഈ പേട്രി ഡിഷില് ഈക്വളൈഡ് കൾച്ചർ പോലെ ഉണ്ട്. ഈക്വളൈഡ് കൾച്ചർ ഇത്ര ബ്യൂട്ടിഫുൾ ആണ്. എറിത്രയെന്നുള്ളതും അഫ്ഗാനിസ്ഥാനിലെ ആളുകളാണ് കൂടുതൽ ഓവർ റെപ്രസെന്റേഷൻ ക്രൈംസിൽ ഉള്ളത് എന്നുണ്ടെങ്കിലും അവരെ മുസ്ലിംസ് ആണല്ലോ ക്രൈം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു കോറിലേഷൻ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പറയും ഇസ്ലാമോഫോബിയ ഫ്രഷ് സാധനമാണ്. ഒരു സംശയം പതു, അതായത് ഇപ്പം ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുന്നേ കാണുകയും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് ഈ ഇത് പറഞ്ഞതുകൊണ്ട് ഈ കോണ്ടെക്സ്റ്റിൽ. അതായത് ഒരു അൺബയസ്ഡ് ആയിട്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഒരാൾ ഉദ്ദേശിച്ചിറങ്ങിയാൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾറെഡി അവിടെ വരുമ്പോൾ അതിൽ കൃത്യമല്ലേ
അതായത് ഈ ഇമിഗ്രേഷൻ വേവ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഈ റേപ്പിൻ്റെയോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രൈമിൻ്റെയോ കണക്കും അതിന് ശേഷമുള്ള കണക്കും കമ്പയർ ചെയ്യുമ്പോൾ അത് ഒബ്വിയസ് അല്ലേ? ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു പണ്ട് ഇങ്ങനെ ഉണ്ട്, എന്നാൽ ഇപ്പോൾ ഇതാണ് എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും കാണാൻ സാധിക്കുന്നൊരു സംഗതി ആയിരിക്കെ ഇതിങ്ങനെ പറയുമ്പോൾ ആ പറയുന്നതൊരു പ്രശ്നം ഒന്ന്. രണ്ട്, ഇത് കൂടുതൽ ഈ ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷനും അവർക്കൊരു എൻകറേജ്മെൻറ്റും ആയിട്ടല്ലേ ഇൻഡയറക്ട്ലി ആയി മാറുന്നത്? എക്സാക്ട്ലി അതിനെക്കുറിച്ച് ഞാൻ ലേറ്റർ സെക്ഷനിൽ പറയുന്നുണ്ട്. കാരണം ഒന്നാമത് ഈ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്കിപ്പോ ഏത് ഡേറ്റ കണ്ടാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവർക്ക് ഒന്നാമത് പറയാം ഇത് സ്ക്യൂഡ് ആണ്, ഈ ഡേറ്റ സ്ക്യൂഡ് ആണ്, എല്ലാ മൈഗ്രൻസും ഓഫ്കോഴ്സ് എല്ലാ മൈഗ്രൻസും റേപ്പിസ്റ്റ് അല്ല, ഈവൻ മോസ്റ്റ് മൈഗ്രൻസ് റേപ്പിസ്റ്റുകളല്ല അവര്. പിന്നെ അവർക്ക് പറയാനുള്ളൊരു വേറൊരു ആർഗ്യുമെന്റ് ആണ് നേറ്റീവ്സ്. ഒരുപാട് നേറ്റീവ്സ് ക്രൈം ചെയ്യുന്നുണ്ടല്ലോ. ഓഫ്കോഴ്സ് നേറ്റീവ്സിന്റെ ക്രൈം റേറ്റ് കൂടുതലാണ്. കാരണം എന്താണ്? അവരാണ് മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ. പക്ഷെ ആ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി എങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ ഒന്നാമത് അവർ പറയും ഈ ഏജൻസീസ് ഇസ്ലാമോഫോബിക് ആണ്. അതായത് സബ് ഗ്രൂപ്പ് റെപ്രസെന്റേഷൻ അതാണ് അവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. അതെ. പിന്നെ ഡേറ്റ ഇങ്ങനെ അവർ പബ്ലിഷ് ചെയ്താൽ അവരൊക്കെ പറയും റേസിസ്റ്റ് അലിഗേഷൻസ് വരും ഈ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്ന കമ്പനികൾക്കെതിരെ. ഓക്കെ, റേസിസ്റ്റ് ആണ്. ഈവൻ പോലീസിനാണെങ്കിൽ പോലും ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു ഇപ്പം മുമ്പ് വന്ന. ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറയുകയാണെങ്കിലും പോലീസുകാരോട് ഇവർ ഈ പേരുള്ള ആൾക്കാരാണ്, ഇവർ മുസ്ലിംസ് ആണെന്ന് പറഞ്ഞാലും അവരത് നൈസായിട്ട് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക, അവരുടെ പേപ്പർ വർക്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്ന ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഇവൻ കൊളോണിൽ 2016 നടന്ന ന്യൂ ഇയർ അറ്റാക്ക്, സ്ത്രീകൾക്കെതിരെയുള്ള 1200 വുമണിനെതിരെയുള്ള അറ്റാക്സിലും പോലീസ് ജസ്റ്റ് ആ ഒരു ഭാഗം അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ കൺസീൽ ചെയ്യില്ലേ, അങ്ങനെ ആ ഒരു ഭാഗം പറയണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയിരുന്നു. വൈറ്റ് ലൈ. അതുപോലെ മാലിസ് മലീഷ്യസ് ആയിട്ട് ചെയ്തിരുന്നു. അത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞായിരുന്നു. അതായത് മലീഷ്യസ് മിസ്ഇൻഫർമേഷൻ. റേപ്പ് കൾച്ചർ എന്ന് പറഞ്ഞത് അത് അഫ്ഗാനിസ്ഥാന്റെ എറിത്രിയന്റെ ഒന്നും ഒരു കുത്തകയല്ല. എല്ലാ നാട്ടിലും റേപ്പ് കൾച്ചർ ഉണ്ട്. ഈവൻ UK-ലും റേപ്പ് കൾച്ചർ ഉണ്ട്. ഏറ്റവും നല്ല കൺട്രിയാണ് നോർവേയിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസിലും അങ്ങനത്തെ എല്ലാത്തിലും റേപ്പ് കൾച്ചർ ഉണ്ട്. സോ റേപ്പ് കൾച്ചർ ഈ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ മുസ്ലിംസ് ഇവരുടെ കുത്തകയല്ല എന്നാണ് പറയപ്പെടുന്നത്. സോ അവരെന്ത് ചെയ്യും? ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എലിവേറ്റഡ് ആയിട്ടുള്ള റിസ്ക് നമുക്ക് ഈ സ്റ്റാറ്റി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിൽ റിസ്ക് ഉണ്ടെന്നുള്ളത്. പക്ഷെ അതിനങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഡൗൺ പ്ലേ ചെയ്യും. എന്നിട്ട് ഇത് എല്ലാ ആണുങ്ങളുടെയും തലയിൽ വെക്കും. ഒരു ബ്രോഡർ സെൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് കറക്റ്റാണ്. ഓക്കെ, എല്ലാത്തിലും കോൺവിക്റ്റഡ് ആവുന്ന ആണുങ്ങളാണ്. പ്രതി ആരാണ്? ആണുങ്ങളാണ്. അപ്പൊ ബ്രോഡർ സെൻസിൽ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ശരിയാണോ? ട്രൂ ഇൻ ദ സെൻസ് ശരിയാണ്. പക്ഷെ അതിന്റെ അടിയിൽ അവർ കൺസീൽ ചെയ്യുന്ന ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. ഇനി ഞാൻ കുറച്ച് ഞെട്ടിപ്പിക്കുന്ന, ഞാൻ തന്നെ കുറച്ച് നേരം ഞെട്ടിയിരുന്നു. ഇനി നിങ്ങളും കൂടെ ഞെട്ടിക്കാന്ന് വിചാരിച്ചു. കുറച്ച് ഫെമിനിസ്റ്റുകളുടെ കോട്ടാണ് ഈ ഇഷ്യൂസ് ഒക്കെ നടന്നത്. ഇപ്പൊ മറ്റേ ഞാൻ പറഞ്ഞ കൊളോൺ ഇൻസിഡന്റ് ഒക്കെ അല്ലേ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കോട്ടാണ്. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജെൻഡർ സ്റ്റഡീസിന്റെ ഒക്കെ പ്രൊഫസേഴ്സ് ആയിട്ടുള്ള, ആന്ത്രോപോളജിയുടെ പ്രൊഫസേഴ്സ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫെമിനിസ്റ്റുകളുടെ കോട്ടാണ്. അത് വായിച്ച് ഞാൻ എന്തായാലും ഞെട്ടി. നിങ്ങൾ ഞെട്ടാം, ഞാൻ വായിക്കാം. ഞാൻ ഇംഗ്ലീഷ് വായിക്കാം, നിങ്ങൾ മലയാളം പറഞ്ഞാൽ മതി. കാലങ്ങളായിട്ട് ലൈംഗിക ഒന്ന് ബ്രേക്ക് ഇട്ട് ഞാനതേ ഇംഗ്ലീഷ് വായിക്കട്ടെ. കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് എനിക്ക് അവരെ പിക്ചേഴ്സും കാണിക്കായിരുന്നു. എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ സൂം ചെയ്താൽ മതി. പിക്ചർ മാത്രം കാണിച്ച് വായിക്കാൻ പറ്റില്ല. എനിക്ക് ടെക്സ്റ്റ് കാണുന്നില്ല. ഏതെങ്കിലും പെണ്ണിനെ കണ്ട അവിടെ ഫ്ലാറ്റ് ആവും. Okay, the problem of sexualized violence has already existed here for some time and can't simply be deported. It cannot be allowed to become the standard in gender debates that only male migrants are considered to be those responsible. This is said by German feminist Anne Bizorek, responding to the Cologne incident. Anne Bizorek, bottom right ലുണ്ട്. ലൈംഗിക ആക്രമണങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ വയലൻസ് അത് കാലാകാലങ്ങളായി ഇവിടെ നിലനിന്നുകൊണ്ടിരുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ്. അത് വെറുതെ ഈ ആൾക്കാരെ നാട് കടത്തിയത് കൊണ്ടോ ഇവിടെയുള്ള ഇമിഗ്രൻസിനെ പുറത്താക്കിയത് കൊണ്ടോ അത് പരിഹരിക്കപ്പെടുന്നതല്ല. ഇറ്റ് കനോട്ട് ബി അലൗഡ് ടു ബിക്കം ദ സ്റ്റാൻഡേർഡ് ഇൻ ജെൻഡർ ഡിബേറ്റ്സ്. അതായത് ഇതൊരു സാമ്പ്രദായികമായിട്ടുള്ള ഒരു കീഴ്വഴക്കമായി ഇതിനെ മാറ്റാൻ പാടില്ല. അതായത് എവിടെ ഇപ്പോൾ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അവരെ നാട് കടത്തിക്കളയുക, അത് ആവരുത് അതിൻ്റെ ഒരു പരിഹാരം. in gender debates that only male migrants are considered to be those responsible. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഈ പുരുഷന്മാർ, അതായത് മെയിൽ XY ക്രോമോസോംസ്, അങ്ങനെ അതിൽ പറയുന്നില്ല,
അവർ മാത്രമല്ല ഇതിന് കാരണം എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇതിപ്പോ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തർജ്ജമ ചെയ്ത പോലെ. German feminists and Wiesorek responding to Cologne considered to be those responsible. Yeah. അപ്പം ആരാണോ കുറ്റം ചെയ്തത് അവരെ ശിക്ഷിക്കുക. അത് ആണാണോ പെണ്ണാണോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. കാരണം ഇതിന്റെ റീസൺസ് ഞാൻ പിന്നീട് സംസാരിക്കാം. കാരണം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ നോട്ട്സ് എടുത്തോണ്ടിരിക്കുകയാണ്. എന്റെ നോട്ട്സ് എല്ലാം തീരാറായി. ഒരു സംശയം, അതായത് ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇറ്റ് കനോട്ട് ബി അലൗഡ് to become the standard in gender debates that only male migrants are considered to be those responsible. അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? ഈ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി അവർ ഡിഫൈൻ ചെയ്തു തരും. അല്ല, അത് വേറെ വിഷയം. അല്ല, ഈ പറഞ്ഞ സാധനം, അതായത് ഓൺലി മെയിൽ മൈഗ്രൻസ് ആർ കൺസിഡേർഡ് ടു ബി ദോസ് റെസ്പോൺസിബിൾ എന്ന് ആരെങ്കിലും പറഞ്ഞോ? അതായത് ആ ഇൻസിഡൻസിൽ അങ്ങനെ പറയുന്നില്ല. അതായത് ആ ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് ഈ മെയിൽ മൈഗ്രൻസ് ആണ്, അത്രയല്ലേ പറഞ്ഞുള്ളൂ? അതെ, ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കലി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെയിൽ മൈഗ്രൻസ് ആണ്. ഏറ്റവും കൂടുതൽ അഫ്ഗാനി, ചാഡിയൻസ്, എറിട്രിയൻസ്. അപ്പൊ ആ ഒരു വസ്തുത പറയാൻ പറ്റുന്നില്ല, സ്റ്റാറ്റ്സ് പറയാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. അവിടെ നമ്മളൊരു കൺസോളിഡേറ്റഡ് ഗ്രൂപ്പിനെ നമ്മൾ അവിടെ സൃഷ്ടിക്കുകയാണല്ലോ. ഗ്രൂപ്പുകൾ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ, അതായത് ഡിബേറ്റിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആട്രിബ്യൂഷൻ ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത്. അതേസമയം അവർ ഗ്രൂപ്പ് ആട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, അതിപ്പോ അതിൽ തന്നെ ഉണ്ട്. സോ നെക്സ്റ്റ് ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ആന്ത്രോപോളജിന്റെ പ്രൊഫസറാണ്. ഗ്രൂപ്പ് ആട്രിബ്യൂഷൻ ആണ്. ദാറ്റ് ഇസ് എ ഗ്രൂപ്പ് ആട്രിബ്യൂഷൻ. ജർമ്മൻ ഫെമിനിസ്റ്റ് അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. അവർക്ക് ജർമ്മൻ ഫെമിനിസ്റ്റ്, ഇന്ത്യൻ ഫെമിനിസ്റ്റ്, ലെഫ്റ്റ് ഫെമിനിസ്റ്റ്, ഓറിയന്റൽ ഫെമിനിസ്റ്റ് അങ്ങനെയൊക്കെ അവർക്ക് പറയാം. മൈഗ്രന്റ് റെപ്പിസ്റ്റ് അതും പറയാവുന്നതാണ് അല്ലേ? ശരി. ഓക്കേ, സോ നെക്സ്റ്റ് കോട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ആന്ത്രോപോളജി പ്രൊഫസറുടേതാണ്. As if sexual violence was a crime only committed by others, non-white Muslim men, this Orientalist discourse reinforces the stereotype of the misogynist Muslim man. മിസോജിനിസ്റ്റ് മുസ്ലിം മാൻ എന്ന് വെച്ചാൽ ഭാരനടിക്കാൻ ബെൽറ്റ് എടുത്ത് പിടിച്ചിരിക്കുന്ന മിസോജിനിസ്റ്റ് മുസ്ലിം മാന്റെ സ്റ്റീരിയോ ടൈപ്പ് എൻഫോഴ്സ് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞത്. അതെ അതെ, ശരിക്കും അങ്ങനെ ഞങ്ങൾ മുസ്ലിം ആണുങ്ങൾ അങ്ങനെ ഒന്നല്ല, ഞങ്ങൾ ഭാരനെ തല്ലില്ല, നല്ല സ്നേഹമാണ്, സ്നേഹം കൂടിയിട്ട് 4 കെട്ടും, അത്രേ ഉള്ളൂ. ഇനി കൈപ്പിള്ളി അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് തന്നെ, അതായത് അവര് പറയുന്നത് ആസ് ഇഫ് സെക്ഷൽ വയലൻസ് വാസ് എ ക്രൈം ഓൺലി, അതായത് പുരുഷന്മാർ മറ്റുള്ളവർ നമ്മുടെ വൈറ്റ് മെയിൽസ് ആരും സെക്ഷൽ വയലൻസ് കമ്മിറ്റ് ചെയ്യില്ല. അവർ പറയുന്നത് ഇതെല്ലാം പുരുഷാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം പുരുഷന്മാരുടെ മാത്രം ഒരു സ്റ്റെറിയോ ടൈപ്പ് ആണ് എന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. അടുത്തത് ഇനി നെക്സ്റ്റ് കോട്ട് ആരിഫിന്റെ ക്രഷ് ഇല്ലേ മോളില്, അവളുടെ കോട്ടാണത്. ഓക്കെ, why can't we always take sexual assault as seriously as we do when migrants, Muslims, Arabs and black men are named as perpetrators? Right wingers don't suddenly care about ending rape culture. They care about justifying violent agendas. This theft of feminist rhetoric in the name of imperialism and racism has been going on for centuries. ഈ സെഞ്ചുറി എന്ന് പറയുമ്പോൾ 6-ാം നൂറ്റാണ്ട് പെടുവോ? അത്രയ്ക്ക് വേണ്ട, അത്രയ്ക്ക് ബാക്കോട്ട് പോണ്ട. സോ മെഹദി ഹസൻ ഇപ്പൊ അടുത്ത് പറഞ്ഞത് ടെററിസം കണ്ടുപിടിച്ചത് ജൂതന്മാരാണെന്നാ. അപ്പൊ അയാള് 6th സെഞ്ചുറി സ്കിപ്പ് ചെയ്തു. ഇവര് അതൊക്കെ പറയുമ്പോ 6th സെഞ്ചുറി സ്കിപ്പ് ചെയ്യും. സോ ബേസിക്കലി ഇവര് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ചൈൽഡ് റേപ്പിന്റെ കാര്യമാണെങ്കിലും ഒക്കെ, മറ്റേ ഗ്രൂമിംഗ് ഗാങ്സിന്റെ കാര്യമാണെങ്കിലും, ഇവർക്ക് പണ്ടേ ഗേൾസിന്റെ സേഫ്റ്റിയിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഒപ്പോസിംഗിൽ നിൽക്കുന്നത് മുസ്ലിംസ് ആകുമ്പോൾ മാത്രമാണ് ഇവര് സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി കെയർ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മളെ TCS ഇൻസിഡന്റ് ഉണ്ടായപ്പോഴും ഒരുപാട് ആൾക്കാർ പറഞ്ഞെന്താ, ഇന്ത്യയിൽ മുഴുവൻ ഒരുപാട് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, പക്ഷെ ഒപ്പോസിംഗ് സൈഡിൽ മുസ്ലിംസ് ആകുമ്പോൾ മാത്രമാണ് ഈ റൈറ്റ് വിങ്ങേഴ്സ് കെയർ ചെയ്യുള്ളൂ. ആ സെയിം പോയിന്റ് ആണ് ഇവർ പറയുന്നത്. അല്ല, ഈ മുസ്ലിംസ് ഇത് സ്റ്റീരിയോ ടൈപ്പ് ആണെന്ന് പറഞ്ഞില്ലല്ലോ. അവര് സ്ത്രീകളെ ഞങ്ങൾ അടിച്ചമർത്തുന്നതിൽ അഭിമാനിക്കുന്നു, അത് ദീനിന്റെ ഭാഗമാണെന്നാ പറയുന്നത്. ഇവരെന്തിനാ സ്റ്റീരിയോ ടൈപ്പ് ആണെന്ന് പറയും?
അതിന്റെ ഒരു പുതിയ അത് മ്യൂട്ടേഷൻ അത് ഉണ്ട്. അത് അത് അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഞാൻ കഴിഞ്ഞെങ്കിൽ ഇനിയിപ്പോ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഉണ്ടല്ലേ, 7 സ്ലൈഡ് കൂടി ഉണ്ട്. ഞാൻ ഫുള്ള് 7 സ്ലൈഡാ. ഉം. ഓക്കെ, കൂടിപ്പോയാ. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഇല്ല. ഓക്കെ, ഇത് നോട്ട് എടുത്തോ, ഒന്നും മറക്കണ്ട, എല്ലാത്തിനും കൊടുക്കാനുള്ളതാ. നോട്ട് എടുത്തോ. ഓക്കെ, സോ ഇനി എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ലൈക്ക് എന്തുകൊണ്ട് ഇവർ സൈലന്റ് ആവുന്നു. ഓക്കെ, ഇതിന് കുറെ പൊളിറ്റിക്കൽ റീസൺസ് ഞാൻ പറഞ്ഞു, ഇവർക്ക് ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതുപോലെ അസോസിയേഷൻ. പക്ഷെ ഇതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്തായിരിക്കും ഇവരിങ്ങനെ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്നത് വെച്ചാൽ ഇവരുടെ സ്വന്തം സിസ്റ്റേഴ്സ് റേപ്പ് ചെയ്യപ്പെടുമ്പോ എന്തുകൊണ്ടാണ് ഇവര് മിണ്ടാണ്ടിരിക്കുന്നത് വെച്ചാൽ സ്വയം റേപ്പ് ചെയ്യപ്പെട്ടിട്ട് പോലും പോലീസിന്റെ അടുത്ത് യഥാർത്ഥ ക്രിമിനൽസ് ആരാന്ന് പറയാതെ ജർമ്മൻസ് ആണെന്ന് കള്ളം പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്താണെന്ന് ഞാൻ കുറച്ച് പഠിച്ചു നോക്കി. സോ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്. അഫ്കോഴ്സ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ ചിന്തിച്ച് പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. സോ ഫസ്റ്റ് ആണ് കോഗ്നിറ്റീവ് ഡിസൊനൻസ്. ടേം കോയിൻ ചെയ്ത് ലിയോൺ ഫെസ്റ്റിഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കോളജിസ്റ്റ് ആണ്. സോ കോഗ്നിറ്റീവ് ഡിസൊനൻസ് മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടോ എന്താന്ന്? അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത്, ഇപ്പൊ രണ്ട് ഒപ്പോസിംഗ് പോയിന്റ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, രണ്ട് ഒപ്പോസിംഗ് ബിലീഫ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഇത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിലീഫാണ് ആനിമൽ ക്രൂവൽറ്റി മോശമാണ്, ആനിമൽസിനെ കൊല്ലുന്നത് വളരെ മോശമാണെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, പക്ഷെ എനിക്ക് മീറ്റ് ക്വിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഭയങ്കര ഡിലീഷ്യസ് ആണ്. ഈ രണ്ട് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. സോ നമ്മൾ ഏതെങ്കിലും ഒന്ന് റാഷണലൈസ് ചെയ്യാൻ നോക്കും, പല വഴി ചിന്തിച്ചിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒന്നെങ്കിൽ ഞാൻ ആനിമൽസിനെ കഴിക്കുന്നത് നിർത്തണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കണം ഓക്കെ ആനിമൽ ക്രൂവൽറ്റി കുഴപ്പമില്ല കാരണം നമ്മൾ പ്ലാന്റ്സിനെ കൊല്ലുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും മോഡ് ഓഫ് തിങ്കിങ് വെച്ചിട്ട് നമ്മൾ അത് റാഷണലൈസ് ചെയ്യാതെ നമുക്കൊരു പീസ് കിട്ടില്ല. സോ സിംപ്ലി പുട്ട് ലേമൻ ടേംസിൽ അതാണ് കോഗ്നിറ്റീവ് ഡിസൊനൻസ് എന്ന് പറയുന്നത്. ഇതാണ് ലിയോൺ ഫെസ്റ്റിഞ്ചർ. അതിന് ഞാനൊരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ എക്സാമ്പിളിൽ. സത്യം പറഞ്ഞാൽ ഞാനൊരു വീഗനാണ്, പക്ഷേ എനിക്ക് ഇറച്ചി ഇഷ്ടമാണ്, പോത്തിറച്ചിയൊക്കെ. അപ്പം ഞാൻ ലാബ് ഗ്രോൺ മീറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വീഗൻ. ഓക്കെ, അതോടൊപ്പം ആ ലാബ് ഗ്രോൺ മീറ്റ് വരുന്നത് വരേക്കും ഞാൻ പോത്തിറച്ചി തിന്നുന്ന ഒരു വീഗൻ. അതാണ് ഞാൻ. ഓക്കെ, അപ്പൊ ആരിഫ് കാക്ക് വേറെ ആൾക്കാര് റിസർച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന് തരണം, അതുവരെ ആരിഫ് കാ വെയിറ്റ് ചെയ്യും. പ്യൂർ വീഗനാവാൻ ഞാൻ വെയിറ്റ് ചെയ്യും, ഇറച്ചി കിട്ടിയാനല്ല. പ്യൂർ വീഗനോ? മിലിറ്റന്റ് വീഗൻ എന്നൊക്കെ കിട്ടണം, എന്താണ് പ്യൂർ വീഗൻ? അതാണ് ഫണ്ടമെന്റൽ വീഗൻ. എത്തിക്കൽ വീഗനിസം ഉണ്ട്, എത്തിപ്പെടാത്ത വീഗനുണ്ട്, എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീഗനുണ്ട്. അതാണ് എത്തിക്കൽ വീഗൻ. ഓക്കെ, അങ്ങനത്തെ എത്തിക്കൽ ETHIC എത്തിക്കലിന്റെ സ്പെല്ലിംഗ് ഇത് KAL ആണ്. ഇത് എത്തിക്കൽ. എത്തിക്കൽ വീഗൻ, എത്തിക്കൊണ്ടിരിക്കുന്ന വീഗൻ, ഒരിക്കലും എത്തിപ്പെടാത്ത വീഗൻ. അതെ, പല ഈ എത്തിക്കൽ വീഗൻസിന്റെ പ്രത്യേകത അറിയാം. ഇവരെല്ലാം ഈ ഹിന്ദുക്കളായിരിക്കും, വീഗൻ ബ്രാഹ്മണന്മാരായിരിക്കും. ഒരു മുസ്ലിം എത്തിക്കൽ വീഗനെ കാണിച്ചുതരാം. അല്ലെങ്കിൽ ഈ വീഗൻസ് കാണാൻ ഏതെങ്കിലും പോറ്റി ഹോട്ടലിന്റെ മുമ്പിൽ പോയി ഇരുന്നിട്ട് ചായയും ദോശയും ചുടുന്ന സമയത്ത് അവിടെ പോയി നിന്ന് സമരം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങളുടെ ഹീറോ ഒരുപാട് ദൂരെ പോയി, ഹീറോ തിരിച്ചു കസേരയിൽ വന്നിരിക്കും. സോറി പാത്തു. സോ ഇതിപ്പോ നമ്മളിപ്പോ ഈ ഒരു ഇഷ്യൂലോട്ട് വരികയാണ്. ഞാൻ ഈ നമ്മുടെ എന്താ പറയാ വുമണിനെതിരെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഇഷ്യൂ, അതിനെ എങ്ങനെ ഈ കോഗ്നിറ്റീവ് ഡിസൊനൻസ് നമുക്ക് ജസ്റ്റിസ്പോസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ എന്താണ് ഇവരുടെ മനസ്സിലുള്ളത്? ഫസ്റ്റ് രണ്ട് ബിലീഫ് ഉണ്ടായിരിക്കണം. സോ ഫസ്റ്റ് ബിലീഫാണ്, കോർ ബിലീഫ് എന്താണ്? എല്ലാ സ്ത്രീകളെയും മെയിൽ വയലൻസിൽ നിന്നിട്ടും പാട്രിയാർക്കിൽ നിന്ന് രക്ഷിക്കണം. എല്ലാ ഫെമിനിസ്റ്റുകളുടെയും മെയിൻ അജണ്ട അതാണ് ഒരു കോർ ബിലീഫ്. പിന്നെ അതിന് ഒപ്പോസിംഗ് ആയിട്ട് വരുന്ന ഒരു ബിലീഫ് എന്താണ്? ഇന്റർസെക്ഷണൽ ആന്റി റേസിസ്റ്റ് വാല്യൂ. ഈ റേപ്പ് ചെയ്യുന്ന ആളുകള് ഇമിഗ്രൻസ് ആയതുകൊണ്ടും, പക്ഷെ ഈ ഇമിഗ്രൻസ് ഒപ്രസ്ഡ് ആണ്. അപ്പൊ അവരും പാവങ്ങളാണ്, സ്ത്രീകളും പാവങ്ങളാണ്, ഇമിഗ്രൻസ് ഒപ്രസ്ഡ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഏതെങ്കിലും ഒന്ന് ശരിയാക്കിയേ പറ്റുള്ളൂ. ഇവരുടെ മനസ്സിലുള്ള റാഷണലൈസ് എന്താ? ഇപ്പൊ ആരിഫ് പറഞ്ഞു ഞാൻ ലാബ് മീറ്റ് ആരെങ്കിലും റിസർച്ച് ചെയ്ത് കൊണ്ടുവന്നവരെ വെയിറ്റ് ചെയ്യും. അതുപോലെ അവരുടെ മനസ്സിലുള്ള റാഷണലൈസേഷൻ എന്താണ്? ഒന്നാമത്തെ റാഷണലൈസേഷനാണ് യൂണിവേഴ്സലൈസ്. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവരുടെ മാത്രം പ്രശ്നമില്ല, എല്ലാ ആണുങ്ങളും, ഓൾ മെൻ. അപ്പൊ ഒരു മനസ്സമാധാനം കിട്ടുമല്ലോ, ഇവര് മാത്രമല്ല അവരുണ്ട്. അതെ. സോ
അതെ, എല്ലാ എത്തിനിസിറ്റി എന്നുള്ള വൈറ്റ് മെൻ ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് ചിൽഡ്രനോട് ഉള്ള അതിക്രമങ്ങൾ, ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് ഏറ്റവും കൂടുതൽ വൈറ്റ് മെൻ്റെ അടുത്താണ് വരിക. അതാണ്. സോ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, അഫ്ഗാൻസ് മാത്രമല്ല എന്നുള്ളത്. സോ അതാണ് ഒരു റാഷണലൈസേഷൻ. പിന്നെ രണ്ടാമത് അവർ റാഷണലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അട്രിബ്യൂട്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അത് എല്ലാ ഇതിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഈ അക്കൗണ്ടബിലിറ്റി ഇവരുടെ നിന്ന് എടുത്ത് കളയും. എന്നിട്ട് പറയും പാവപ്പെട്ടവരാണ്, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചത് കാരണം എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല, അത് കാരണമാണ് അവർ 100 സ്ത്രീകളെ റേപ്പ് ചെയ്തത്, അയ്യോ പാവം. അതുപോലെ എന്താ പറയാ, ടെററിസത്തിന് പോകുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പട്ടിണിയിൽ അത് കാരണമാണ് അവർ ടെററിസം പോയത്, കഞ്ഞിക്ക് വകയില്ല, അതാണ് അവർ തോക്കെടുത്തത് എന്നൊക്കെ. സോ ഈ പോവർട്ടി ആംഗിൾ. അതുപോലെ ഇവരൊരു നാട്ടിൽ വന്നിട്ട് അവരുടെ വാല്യൂ സിസ്റ്റം വേറല്ലേ, അപ്പൊ നമ്മൾ അവരുടെ വാല്യൂസ് റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ അഫ്ഗാൻസിന്റെ നല്ല അടിപൊളി വാല്യൂസ് ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സോ അവര് സ്ത്രീകളെ കാണുന്നത് ഒരു ഒബ്ജക്റ്റ് പോലെയാണ്. അത് അവരുടെ കൾച്ചറല്ലേ, അത് അവരുടെ വാല്യൂസ് അല്ലേ, അപ്പൊ നമ്മളത് ജഡ്ജ് ചെയ്യാൻ പോണ്ട, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. സോ ഇങ്ങനെ ഒരു രീതിയിൽ അവർ റാഷണലൈസ് ചെയ്യും. എന്നിട്ട് അത് ആ കൾച്ചറിൽ മോശമാണെന്ന് പറയാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു ട്രുത്ത് എന്താന്ന് വെച്ചാൽ ഇത് ഇവർ പറയില്ല, അത് ഒരു റേസിസ്റ്റ് ആണെന്ന് പറയാം. സം കൾച്ചേഴ്സ് ആർ വേഴ്സ് ദൻ അതേഴ്സ്, അത് സത്യമാണ്. ഇപ്പൊ ചില കൾച്ചേഴ്സിൽ കാനിബലിസം ഉണ്ട്. അഫ്കോഴ്സ് ആ കൾച്ചർ നമ്മളിപ്പോഴത്തുള്ള കൾച്ചറിനേക്കാളും മോശമാണ്, പക്ഷെ അത് പറയാൻ പാടില്ല. ഇപ്പൊ അഫ്ഗാൻ കൾച്ചർ സ്ത്രീകളോട് വളരെ മിസോജിനിസ്റ്റിക് സെക്സിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരാണ്. അവർ സ്ത്രീകളെ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. അതിന് ആ കൾച്ചർ മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ റേസിസ്റ്റ് ആണ്, പക്ഷെ പറയുന്നത് ശരിയാണോ ആണ്. സോ അങ്ങനെ പറയാൻ പാടില്ല. ലൈക്ക് നമ്മളെ ലാംഗ്വേജ് അങ്ങ് സെൻസർ ചെയ്ത് കളയും, പിന്നെ റേസിസ്റ്റ് ആക്കും. സോ അതാണ് വേറെ റാഷണലൈസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഫാക്ടർ. ആൾക്കാർ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മിസ്യൂസ് ചെയ്യുന്നത്, അത് അവര് വെപ്പണൈസ് ചെയ്യും. സോ റൈറ്റ് വിങ് ആൾക്കാരാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് മിസ്യൂസ് ചെയ്യുക. കുറച്ച് ആൾക്കാർ ഇത് മാത്രം പറയുള്ളൂ, അതുകൊണ്ട് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളെന്നല്ല, പൊതുവെ ആളുകൾ ഇത് എടുത്ത് പറയുമ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ മിസ്യൂസ് ചെയ്യുന്നു, അതിൽ ന്യൂആൻസ് കാണുന്നില്ല എന്നാണ് ഇവർ പറയാം. സോ അതിന്റെ സൈക്കോളജി ഞാൻ കൂടുതൽ കോഗ്നിറ്റീവ് ഡിസോണൻസിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് കുറച്ചൊരു ഡിഫറെന്റ് ആണ്, ലൈക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് അതിന്റെ അടുത്തുള്ളതാണ് ലിയോൺ ഫെസ്റ്റിഞ്ചറിന്റെ ബുക്ക്. സോ കോഗ്നിറ്റീവ് ഡിസോണൻസ് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് വായിക്കാം, ഈ ബുക്ക്. ഗുഡ് റിസർച്ച് ഫീൽഡ് ടു. എസ്പെഷ്യലി അഡിക്ഷൻ റിസർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എഞ്ചിനീയർ ചെയ്തുകൊണ്ട്, ഈ ഡിസണൻസ് ഉണ്ടാക്കിക്കൊണ്ട് പല കാര്യങ്ങളിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് എഞ്ചിനീയർ ചെയ്തൂടെ? ഇത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരുപാട്, ഇപ്പൊ അഡിക്ഷൻ റിസർച്ചിലൊക്കെ നമുക്ക് ഒരുപാടായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കിപ്പോ ഒരു അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഡിക്ഷനോട് വളരെ മോശം ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ആണ് പാത്തോളജിക്കൽ ആൾട്രൂയിസം. സോ ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുക, അത് ഒന്നും പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ആൾട്രൂയിസം എന്ന് പറയാം. സിംപ്ലി പുട്ട് അതാണ് ആൾട്രൂയിസം. സോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാത്തോളജിക്കൽ ആൾട്രൂയിസം. ഹെൽപ്പ് ചെയ്തിട്ട് അത് നമ്മളെ തിരിച്ചു കൊത്തുന്ന, നമുക്ക് തന്നെ ഒരു നെറ്റ് ഹാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാത്തോളജിക്കൽ ആൾട്രൂയിസം. ഫോർ എക്സാമ്പിൾ സൂയിസൈഡൽ എംപതി എന്നുവെച്ചാൽ ബാക്കിയുള്ളവരോട് ഭയങ്കരമായിട്ടുള്ള ഒരു മാലിഡാറ്റീവ് എംപതി എല്ലാ മനുഷ്യന്മാർക്കും വേണം. പക്ഷെ എംപതി കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ എവിടെ ലൈൻ ഡ്രോ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം. സോ ഈ പാത്തോളജിക്കൽ ആൾട്രൂയിസം കോയിൻ ചെയ്ത ആളാണ് ബാർബറ ഓക്ലി. സോ ബാർബറ ഓക്ലിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് പാത്തോളജിക്കൽ ആൾട്രൂയിസം. ബുക്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് വായിക്കാം. ഇൻഫാക്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്. ലൈക്ക് നമ്മളിപ്പം ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് മിഷണറി വർക്കിനൊക്കെ ഈ കുറച്ച് ലോ ഇൻകം കൺട്രീസിലൊക്കെ പോയിട്ട് ചർച്ച് ബിൽഡ് ചെയ്യുക, ഹോം ബിൽഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ടല്ലോ. സോ ആ സമയത്ത് ഈ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സ്ലോപ്പി വർക്ക് ആവും, പക്ഷെ അറ്റ് ദി സെയിം ടൈം അവർക്ക് തന്നെ കുറച്ച് സന്തോഷം കിട്ടും. പക്ഷെ ആ കമ്മ്യൂണിറ്റിയിൽ അത് നെറ്റ് ഹാമാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്. സോ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ഫീൽഡാണ്. ലൈക്ക് വോളണ്ടിയറിങ് എങ്ങനെയാണ് ആക്ച്വലി സമൂഹത്തിന് ദോഷം ചെയ്യുന്നത് എന്നുള്ളൊരു റിസർച്ച് ലൈൻ ഉണ്ട്. സോ അത് അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, അത് വളരെ നല്ലതാണെന്ന് തോന്നും. പക്ഷെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഒരു നെഗറ്റീവ് വശമുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് വരാം, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അത് പഠിക്കാം. സോ ഈ പാത്തോളജിക്കൽ ആൾട്രൂയിസം എങ്ങനെയാണ് ഈ ഒരു ചിന്താഗതിനെ, ലൈക്ക് ഈ സൈലന്റ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ റേപ്പിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇതിനെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. എക്സസീവ് ആയിട്ട് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സസീവ് ആയിട്ട് ഔട്ട് ഗ്രൂപ്പിനോടുള്ള എംപതി, ഇമിഗ്രൻസിനോടുള്ള എക്സസീവ് ആയിട്ടുള്ള എംപതി. ഓഫ്കോഴ്സ് എംപതി കാണും, അവര് കഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കും. പക്ഷെ ഈ എംപതി സ്ത്രീകളോടും വേണ്ടേ?
കാരണം പൊതുവെ ഞാൻ ആൾക്കാരെ ചോദിക്കുന്നുണ്ട്, ഇവര് ബോട്ട്സിൽ വരുന്ന ഇല്ലീഗൽ എമിഗ്രൻസ് ആണെങ്കിലും ആ നാട്ടിൽ നിന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിൽ സ്ത്രീകളുടെ, നമ്മൾ എപ്പോഴും പറയും വാറിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന സ്ത്രീകളും കുട്ടികളാണെന്ന്. ഈ ബോട്ട്സിൽ സ്ത്രീകളും കുട്ടികളുടെ, ഈ ബോട്ട്സിൽ ഒരൊറ്റ സ്ത്രീ പോലും ഇല്ലല്ലോ. അവരല്ലേ ശരിക്കും കഷ്ടപ്പെടുന്ന ആൾക്കാർ, ആ ബോട്ട്സിൽ എന്താ സ്ത്രീകളില്ലാത്ത? സോ എന്തുകൊണ്ട് അവർക്ക് എംപതി ഇല്ല? ലൈക്ക് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് എംപതി ഇല്ല. എംപതി പോകുന്നത് ഈ ഇമിഗ്രൻസിനോടാണ്. അങ്ങനെ അവരോട് ലൈക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരോട് എംപതി പോകുമ്പോൾ അത് ആരാണ് ഹാം ചെയ്യുക? ഈ നാട്ടിലുള്ള നേറ്റീവ് ആയിട്ടുള്ള ആളുകളും പിന്നെ ഈ നാട്ടിലുള്ള പുറത്തുനിന്ന് വന്ന ഇമിഗ്രന്റ് ആയിട്ടുള്ള ഗേൾസിനെയും എഫക്ട് ചെയ്യും. ബിക്കോസ് ഈ റേപ്പിസ്റ്റുകൾ വിചാരിക്കുന്നില്ലല്ലോ വൈറ്റ് ഗേളിനെ റേപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഈ ബ്രൗൺ ഗേളിനെ റേപ്പ് ചെയ്യാന്നൊന്നും. കാരണം അവർക്ക് ആവശ്യം കൺട്രോൾ ആയിരിക്കും. ആ കൺട്രോൾ അവരെങ്ങനെയാണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്, അവർ ആ രീതിയിൽ വയലന്റ് ആയിട്ടുള്ള ആക്രമണത്തിലൂടെ നേടിയെടുക്കുകയും ചെയ്യും. സോ അവര് സൂയിസൈഡൽ എംപതി പുറത്തുള്ള ഔട്ട് ഗ്രൂപ്പിനോട് കാണിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം അതിന്റെ ബൂമറാങ് എഫക്ട് പോലെ ആ നാട്ടിലുള്ള നേറ്റീവ് ലേഡീസിനെ അത് ബാധിക്കും. ഇവര് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇമിഗ്രന്റ് ഇഷ്യൂസ് പറഞ്ഞു വരുമ്പോ അത് ആക്ച്വലി ഫെമിനിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫാർ റൈറ്റ് ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിന് ഒരുപാട് ഹാംഫുൾ ഔട്ട്കംസ് ഉണ്ട്. സോ ഇന്റഗ്രേഷൻ പോളിസീസ് ഡിലേ ആക്കാം. ഈ ഇന്റഗ്രേഷൻസ് പോളിസി ഡിലേ ആക്കുമ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവൻ 100% ഇന്റഗ്രേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് സമയം ടൈം നല്ല എഫേർട്ട് എടുക്കും. ഇവൻ ആൾക്കാർക്ക് ശരിക്കും ആഗ്രഹം വേണം, ഞാൻ ഇന്റഗ്രേറ്റ് ആവണം, ഞാൻ വന്ന് ഈ നാട്ടിൽ ഇന്റഗ്രേറ്റ് ആവണം എന്ന ആൾക്കാർക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഫണ്ടഡ് പ്രോഗ്രാംസിൽ എത്ര അയച്ചാലും ഇന്റഗ്രേറ്റ് ആവാണ്ട് തന്നെ നിൽക്കും. സോ ഈ ഒരു ആൾട്രൂയിസം, പത്തോളജിക്കൽ ആൾട്രൂയിസം കാരണം ആൾക്കാർക്ക് ഇന്റഗ്രേഷൻ പോളിസീസ് ഡിലേ ആവും. പിന്നെ നമ്മൾ പറയും ഈ ഏരിയയിൽ ക്രൈം കൂടുതലാണ്. ഇപ്പൊ ഒരു ബ്ലാക്ക് പോപ്പുലേറ്റഡ് ഏരിയ ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രൈം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ പോലീസുകാരെ ഡിപ്ലോയ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് പറയും അത് റേസിസ്റ്റ് ആണ്, അങ്ങനെ പാടില്ല. ഡീഫണ്ട് ദ പോലീസ് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഒക്കെ വലിയൊരു സ്ലോഗൻ. പോലീസുകാർ അങ്ങോട്ട് ഡീഫണ്ട് ചെയ്യുക. എന്നിട്ട് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്രൈം അങ്ങ് കുറയും. ഓണസ്റ്റ് പ്രിവെൻഷൻ. ഇപ്പൊ ഈ ഒരു സബ്സെറ്റ് ഓഫ് പീപ്പിൾ ആണ് ക്രൈം നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലേ അവർക്ക് അനുസരിച്ചിട്ട് ടാർഗറ്റഡ് ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇന്റർവെൻഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാ ആണുങ്ങളാണ് പ്രശ്നം, ഇവർ മാത്രമല്ല എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് അവിടെ തടയപ്പെടുകയാണ്. ഇത് സൂയിസൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ്, ലൈക്ക് ലിറ്ററൽ സൂയിസൈഡ് അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഒരു അബ്സ്ട്രാക്ട് യൂണിവേഴ്സലിസം അതാണ് കൂടുതൽ എന്ന് വെച്ചാൽ എല്ലാ മലയാളത്തിൽ എന്താ പറയില്ലേ, സർവ്വലോക സംതിങ്, വാട്ട് ഇസ് ദാറ്റ്, ഒരു സാധനം പറയില്ലേ, സർവ്വലോക, നോ അതല്ല, സർവ്വരോഗല്ല, എല്ലാവരും സമാധാനം ഇരിക്കണം എന്ന് പറയുന്നത് എന്താ, ലോകസമസ്ത. അതിന്റെ ബാക്കി വേറെ സാധനമുണ്ട്. ഓക്കെ പോട്ടെ, അത് തള്ളിയതാ, വിട്ടുകളാ. സോ അത് നന്നായിരിക്കണം എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, അത് ഞങ്ങൾ തള്ളി, ഞങ്ങൾ ഇത് മാത്രമേ എടുക്കണുള്ളൂ. ആ ഹദീസ് തള്ളിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് കൂടുതൽ എന്താ വെച്ചാൽ വെർച്വൽ സിഗ്നലിംഗ്. ഇത് ലോകം ബോർഡേഴ്സ് ഒന്നും ഇല്ലാത്ത വളരെ സുന്ദരമായിട്ടുള്ള പച്ചപ്പുള്ള ലോകം, എല്ലാ മനുഷ്യന്മാരും കൈകോർത്ത് നടക്കുന്നു, ഒരു അബ്സ്ട്രാക്ട് യൂണിവേഴ്സിൽ ഒരു ഫാന്റസി വേൾഡിൽ പ്രൊജക്ട് ചെയ്ത് ഫാന്റസി വേൾഡിൽ ജീവിക്കുക. അതല്ലാണ്ട് നമ്മളെ ഏറ്റവും അടുത്തുള്ള പ്രോക്സിമേറ്റ് ആയിട്ടുള്ള റിസ്ക് ഉണ്ട്, നമ്മളെ തൊട്ടടുത്തുള്ള റിസ്ക് ഉണ്ട്, ആ റിസ്കിനെ അഡ്രസ് ചെയ്യാണ്ട് എല്ലാവരും നല്ലത് എന്നുള്ള രീതിയിൽ ഒരു ഒപ്റ്റിമിസം ബയസ് വെച്ച് നടക്കാം. സോ നമ്മളിപ്പം എവല്യൂഷണറി സൈക്കോളജിസ്റ്റുകൾ എന്താ പറയുന്നത് വെച്ചാല് നമുക്ക് കാണാൻ പറ്റുന്ന ടാൻജന്റ് ആയിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ഔട്ട് ഗ്രൂപ്പ്സിനോട് നമ്മൾ എംപതി കാണിക്കുമ്പോൾ അത് നമ്മൾ കൂടുതൽ വിർച്വൽ സിഗ്നൽ ആക്കും. ഞാനൊരു നല്ല ആള് എന്നുള്ള രീതിയിൽ വിർച്വൽ സിഗ്നലിംഗ് ചെയ്യാൻ അത് സഹായിക്കും. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട്സ് എന്താ, അതിനെന്തെങ്കിലും ട്രേഡ് ഓഫ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കൂല. നമ്മളൊരു പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ നമ്മൾ വളരെ നല്ല രീതിയിൽ അവരോട് എംപതി കാണിക്കുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ കുറച്ച് നല്ല ആവും. പിന്നെ കുറച്ച് വിർച്വൽ സിഗ്നലിംഗ് കുറച്ച് അടിപൊളിയായിട്ട് നടക്കും. സൂയിസൈഡൽ എംപതിനെ കുറിച്ച് ഗാഡ്സാഡ് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. സോ അത് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോയി വായിക്കാം. And by the way, Gadsad is a Jew. Yeah, Jew ആണ്. And he speaks a lot on that. എനിക്ക് ഫണ്ടൊന്നും കിട്ടുന്നില്ല ട്ടാ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അല്ല, ഇത് പറഞ്ഞു വരുമ്പോൾ അതിലേക്കാണ് അവർ എത്തുക. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങ് പറഞ്ഞു വെക്കണം നല്ലത്. ജൂതനായതുകൊണ്ട് അവർ കേൾക്കൂല. ബട്ട് ഹീസ് സോ ഗുഡ് ഇൻ ദാറ്റ്. അയാള് ചെറുപ്പം മുതൽ അയാളുടെ ലൈഫ് ടൈമിൽ തന്നെ ഒരുപാട് പെർസിക്യൂഷൻ നേരിട്ട്, അയാളുടെ പാരന്റ്സും അയാളും അയാളുടെ ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ പെർസിക്യൂഷൻ നേരിട്ടിട്ട് അത്രയും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. സോ ബുക്ക് വായിക്കാൻ രസമാണ്. പുള്ളിയുടെ കോർ സാധനമാണ് ഈ പറഞ്ഞ സൂയിസൈഡൽ എംപതി. സോ നെക്സ്റ്റ് ഉള്ളൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ആണ് ഗുഡ് ഇന്റൻഷൻ. എന്ന് വെച്ചാൽ അവരുടെ ഇന്റൻഷൻ എന്താണ്, നിയത്ത് അല്ലെ, ഇന്റൻഷൻ എന്താണ്.
അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒപ്റ്റിമിസം ബയസ് ഉണ്ട്. സോ ഒപ്റ്റിമിസം ബയസ് എന്ന് വെച്ചാൽ എല്ലാം ശരിയാവും, ഒക്കെ ശരിയാവും, നമ്മൾ ആൾക്കാരെ പറ്റി പറയില്ല ഒക്കെ ശരിയാവും. ലിറ്ററലി ഒക്കെ ശരിയാവോ? ഇല്ല. അത് ചില ആൾക്കാർ ഇവിടെ ഉണ്ട്, എന്ത് പറഞ്ഞാൽ സെറ്റ് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്, കേൾക്കുന്നുണ്ടാവും. സെറ്റ് അത് ഇത് കേൾക്കും, അത് ഇത് കേൾക്കും, അതൊക്കെ ഉണ്ട്. ആരാ ഈ പുതിയ ഭടൻ? അതൊക്കെ ഉണ്ട്, ഇത് കേൾക്കുന്നുണ്ട് ആള്, ആൾക്കറിയാം. പറഞ്ഞു, എനിക്കറിയാം. എന്നിട്ട് ഗുഡ് ഇന്റൻഷൻസ് എന്താന്ന് വെച്ചാല് ലൈക്ക് ഒപ്റ്റിമിസം ബയസ് എന്ന് വെച്ചാൽ ഓക്കെ എല്ലാം ശരിയാവും എന്നുള്ളത്. പക്ഷെ എല്ലാം ശരിയാവും എന്ന് പറയാൻ ഉള്ള എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ലൈക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എല്ലാം ശരിയാവും എന്ന് പറയാനുള്ള? എന്തെങ്കിലും ഡേറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പൊതുവെ അത് റിയൽ ലൈഫിൽ ചിലപ്പോൾ നല്ലതായിരിക്കും ചില സംഭവങ്ങളിൽ കുറച്ചൊന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാനൊക്കെ. പക്ഷെ എല്ലാം ശരിയാവും എന്നുള്ള ആറ്റിറ്റ്യൂഡ് അതിനൊരു ബയസ് എന്നാണ് പറയാം. ബിക്കോസ് നമുക്ക് അതിനുള്ള എവിഡൻസ് ഇല്ലല്ലോ എല്ലാം ശരിയാവും എന്ന് പറയാനുള്ളത്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ലിബറൽ ഫെമിനിസ്റ്റുകൾക്കുള്ളത്. ഇവരെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യും, ഇവര് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഓക്കെ ആവും എന്നുള്ളത്. പക്ഷെ അവര് ഉദ്ദേശിക്കുന്ന ഇന്റഗ്രേഷൻ ഇത്ര ഈസി അല്ല. ആ പാത്തിൽ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. സോ ശരിക്കും അവര് അതെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. സോ അവര് ശരിക്കും ഒരു സിൻസിയർ ബിലീഫിലാണ് മൾട്ടി കൾച്ചറലിസം. എന്നിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തങ്ങ് നന്നാക്കി കളയാം എന്നൊക്കെ. ആൻഡ് കുറച്ച് ടൈം കഴിഞ്ഞാൽ കൾച്ചറൽ ക്ലാഷസ് ഒക്കെ ക്ലാഷ് ആവും. ശരിയാണ്, കുറച്ച് ടൈം കഴിഞ്ഞാൽ കൾച്ചറൽ ഡിഫറൻസസ് ക്ലാഷ് ഒക്കെ ആയിരിക്കും. പക്ഷെ അത് ചെറിയ ടൈമല്ല, അത് ഒരുപാട് വർഷത്തെ ടൈമാണ്. അതിന് ആൾക്കാർ ജെന്യുവിൻലി വിചാരിക്കണം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് അവർ വിചാരിച്ചിടത്തോളം കാലം ഫോഴ്സ്ഫുൾ ആയിട്ട് നമുക്ക് ആരെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സാധിക്കില്ല. പിന്നെ ഒരു പോസ്റ്റ് കൊളോണിയൽ ഗിൽറ്റ് ഉണ്ട്, ലൈക്ക് വൈറ്റ് ഗിൽറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണല്ലോ. സോ നമ്മൾ നോൺ വെസ്റ്റേൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കൾച്ചേഴ്സ് മോശമാണെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ സിവിലൈസ് ചെയ്യാൻ പോയ ആൾക്കാർ, നമ്മൾ സിവിലൈസ്ഡും അവർ അൺസിവിലൈസ്ഡും ആയതുകൊണ്ട് നമ്മൾ അവരെ സിവിലൈസ് ചെയ്യാൻ പോയ കുറച്ച് ആൾക്കാർ എന്നുള്ള രീതിയിലുള്ള ഒരു വൈറ്റ് ഗിൽറ്റ് ഇവർക്കുണ്ട്. സോ ഇതാണ് ഒപ്റ്റിമിസം ബയസിന്റെ ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ. പിക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എന്താണ് പിക്ചറിൽ ഉണ്ടായിരുന്നത്? ഈ പിക്ചറിന്റെ എക്സ്പ്ലനേഷനോ? അത് വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതാണ് ഒപ്റ്റിമിസം ബയസ്. നമ്മൾ എന്താണ് നമ്മളുടെ വഴിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്ന് യഥാർത്ഥത്തിൽ ഒരു പിക്ചർ ഇല്ലാണ്ട് ഒക്കെ ശരിയാവും എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും എൻഡ് ഗോളില് നല്ല രീതിയിൽ എത്തും എന്ന് ഒരു ശുഭാപ്തി വിശ്വാസില്ലേ, ശരിക്കും പ്ലാൻ ചെയ്യാണ്ട് നടുക്ക് ഇത്ര ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എന്ന് കാണാതെ അങ്ങനെ ഒരു ഗോൾ വെക്കുന്നതാണ്, എക്സ്പെക്ടേഷൻ വെക്കുന്നതാണ് ഒപ്റ്റിമിസം ബയസ് എന്ന് പറയാം. സോ അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അവിടെ എന്തിനാ ഈ ചെമ്പകപ്പൂ വെച്ചിരിക്കുന്നത്? ആ ഒച്ചിന്റെ അടുത്ത് ചെമ്പകപ്പൂവോ? ഹിക്കാണോ പകുതി പുകുതി? അത് പഴാണ്, പഴത്തോലാണ്. ഏതാണ് ഈ ഒച്ച്? അത് പാമ്പാണ് ചങ്ങായി, പാമ്പാണ്. ഞാനൊന്നും ചോദിച്ചില്ല. അത് വേറൊന്നുമല്ല, കൈപ്പള്ളി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. നോ നോ നോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിയിലൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞു കൂടി, ബാക്കി പോരട്ടെ. ബാക്കോട്ട് അടിക്കും. ഞാൻ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ നോക്കട്ടെ. ഇതുപോലെ ബാക്കോട്ട് വെക്കാറില്ല, മുന്നോട്ട് വെച്ച കാല്. അറിയില്ലേ പാത്തുവിന്? കയ്യല്ലേ, വരലല്ലേ മുന്നോട്ടേക്ക്, കാലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ വെച്ചു. മിസ്സായി ഹിക്കാക്ക് മിസ്സായി. വലിയൊരു സ്റ്റേറ്റ്മെന്റ്. ഞാനിത് കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനല്ല, മനസ്സിലാക്കണം. ഓ സോറി, പറഞ്ഞോ. സോ ഇതില് ഇപ്പം ഇവര് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കും, വി കനോട്ട് അലോ കൾച്ചറൽ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ഓറിയന്റലിസം. സോ ദ ഡിഫോൾട്ട് ഇസ് യൂണിവേഴ്സൽ റേപ്പ് കൾച്ചർ എവരിവെയർ. സോ പെട്ടെന്ന് അവർ ഓറിയന്റലിസം കൊണ്ടുവരും. സോ അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി കുറച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ള കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർച്യൂ സിഗ്നലിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ വളരെ ലിബറൽ ആണ്, ഞാൻ വളരെ അക്സെപ്റ്റിംഗ് ആണ്, വളരെ ഓപ്പൺ മൈൻഡഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ സിഗ്നലിംഗ് കിട്ടും. അതുപോലെ നമ്മൾ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ആവും. കാരണം ആർക്കും പുറത്തേക്ക് പറയാൻ പറ്റില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇമിഗ്രൻസിന് അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെടും. സോ നമ്മൾ ഐഡന്റിറ്റി അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്യാം. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ എന്റെ ചാനലിൽ ഒരുപാട് പറയുകയാണ് എക്കോ ചേമ്പറിൽ വിട്ടുപോവാ. ഇപ്പൊ നമ്മളെ അതേ ചിന്താഗതിയിലുള്ള ആൾക്കാരുടെ പോഡ്കാസ്റ്റും അവരുടെ യൂട്യൂബും അല്ലെങ്കിൽ അവരുടെ മാത്രമേ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിംഗ് ഹയർ ആവും. അതുപോലെ എക്കോ ചേമ്പറിൽ പെട്ടുപോകും. പിന്നെ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരൊന്നും അത് കേൾക്കാണ്ടാവും. പിന്നെ സോ 1960s തൊട്ടിട്ട് ഫെമിനിസ്റ്റ് ഗ്രൂപ്പ്സ് ഒക്കെ ലെഫ്റ്റ് വിങ്ങിനോട് കംപ്ലീറ്റ് അലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇവരുടെയും രണ്ടുപേരുടെയും സെയിം ഗോൾസ് അലൈൻഡ് ആയിട്ട് ലെഫ്റ്റ് വിങ്ങിനോട് 1960s തൊട്ട് കംപ്ലീറ്റ്ലി അലൈൻഡ് ആണ്. അങ്ങനെയാണോ?
അത് പിന്നെ കാരണം പറയാം. ഞാൻ ആൻഡ്രിയ ഡോർക്കിന്റെ ബുക്സ് ഒക്കെ 1978 ആൻഡ്രിയ ഡോർക്കിന്റെ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ അതിൽ ആ സമയത്ത് അവര് റൈറ്റ് വിങ്ങിനെ ക്രിറ്റിക് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് വിങ്ങിനെ ക്രിറ്റിക് ചെയ്യുന്നുണ്ട്. ഇത് തുടങ്ങുന്നതിന് കുറച്ച് ബാക്കിൽ കുറച്ച് ഹിസ്റ്ററി കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. ഓക്കെ സോ പിന്നെ അതുപോലെ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് നമ്മുടെ ചുറ്റും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായാലേ നമുക്ക് ശരിക്കും ആ ഒരു ഇഷ്യൂന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഒരു മൈഗ്രന്റിനെ റേപ്പ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു, അങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ എനിക്ക് അതിനോട് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇവരെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ് ഇവരുടെ വീട്ടിലിരുന്ന് ട്വീറ്റ് ചെയ്യുക, പുറത്തിറങ്ങാത്ത ആൾക്കാർക്ക് ചിലപ്പം ഇതിന്റെ ഈ ഇഷ്യൂന്റെ ഗ്രാവിറ്റി മനസ്സിലാവില്ല. അപ്പൊ അവരൊരു ഇത് നല്ല വേൾഡ് ആണല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ, കാരണം ഇവർ ഡോർ ഡാഷ് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും വീട്ടിൽ വരും. ഇപ്പൊ ഇവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുമ്പോ എന്താണ് പുറത്തുനിന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇവരുടെ ഒരു North American service, you need to reframe that as a Swiggy. യെസ് സ്വിഗ്ഗി ആ സാധനം. താങ്ക് യു. സോ ഈ ഒരു അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് വെച്ചിട്ടാണ് അവർ വേൾഡിനെ ജഡ്ജ് ചെയ്യുക. സോ ഇത്തരത്തിലൊരു കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് അതിന്റെ അണ്ടറിലുള്ളത്. സോ ഇനി നമ്മൾ എന്റെ ഫൈനൽ സ്ലൈഡിലോട്ട് പോവാം. ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്നുള്ള നാട്ടുകാർ അറിയും. അതിന് ഡോർഡാഷ് ഞാനുള്ള സ്ഥലത്തല്ല, ഞാൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഡോർഡാഷ്. അതെ അതെ, റിവേഴ്സ് റിവേഴ്സ്. നിങ്ങൾ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഡോർഡാഷ് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും എവിടെയാണെന്ന്. അത് ഞാൻ ഡോർഡാഷ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തില്ല ആക്ച്വലി. സോ ലിസൺ ടു എക്സ് മുസ്ലിം വുമൺ. സോ എന്താണ് ആരാണ് ഇപ്പൊ ഇതിൽ ഉള്ളത്? ആകെ ഒരു എക്സ് മുസ്ലിം വുമൺ അല്ല ഇതിലുള്ളൂ. ഓക്കെ ഇത് ഇപ്പൊ തൽക്കാലം ഇതില് ഒരു എക്സ് മുസ്ലിം വുമൺ ഉള്ളു ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കാന്നാണ് ഞാൻ തന്നെ സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത്. എനിക്കറിയായിരുന്നു നിങ്ങൾ എല്ലാരും കൂടെ അലമ്പാക്കുന്നു. സോ പറഞ്ഞോ. ഓക്കെ, സോ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇപ്പൊ നമ്മളിപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് എക്സ് മുസ്ലിം വുമൺ ആണ്. കാരണം അവരാണ് ഇസ്ലാമിന്റെ എല്ലാ ദോഷഫലങ്ങളും ഫസ്റ്റ് ഹാൻഡായിട്ട് അനുഭവിച്ചിട്ട് ഉള്ള ആൾക്കാര്. ആൻഡ് ഈ ലിബറൽ ഫെമിനിസ്റ്റ് എന്താണ് അത് സംഭവം എന്ന് അറിയില്ല. അവർ അതിലോട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാലേ ചിലപ്പോൾ എത്തിപ്പെടുള്ളൂ. അവരെല്ലാവരും ഇവരുടെ ഒക്കെ ഒരു അടിമ സ്ത്രീകളായി പോകുമ്പോഴേ ചിലപ്പം നമ്മൾ പറഞ്ഞ കേട്ടാൽ മതിയിരുന്നു എന്ന് അവർക്കപ്പോൾ തോന്നുള്ളൂ. സോ ഇതിൽ എന്റെ ടേക്ക് എന്താണെന്ന് ഞാൻ പറയാം. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞതിൽ ഒന്നും എല്ലാ ഇമിഗ്രൻസും മോശക്കാരാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാ ഇമിഗ്രൻസും അഫ്കോഴ്സ് മോശക്കാരല്ല. മോസ്റ്റ് ഇമിഗ്രൻസ് പെർപെട്രേറ്റേഴ്സ് അല്ല. ആൻഡ് അതേസമയം തന്നെ എല്ലാ നേറ്റീവ്സും, ഇപ്പൊ നമ്മൾ യു കെയിലെ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നേറ്റീവ്സ് ഇന്നസെന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അവിടുത്തെ നേറ്റീവ്സും ക്രൈമിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടവരാണ്. സോ ഒരാൾ മോശം ഒരാൾ നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഞാൻ അങ്ങനത്തെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് വെക്കുന്നില്ല. ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ലിബറൽ ഫെമിനിസ്റ്റുകൾ വൈറ്റല്ല, ലിബറൽ ഫെമിനിസ്റ്റുകൾ ചെയ്യുന്നൊരു അവരുടെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാല് അവർക്ക് ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. അവർ ഇസ്ലാമിനെ എല്ലാ മതങ്ങളെയും പോലെ ഒരു മതം, എല്ലാ മതങ്ങളെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഈ മതത്തിന് റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിൽ എല്ലാ മതത്തിന്റെ ഒരു കാറ്റഗറിയിൽ ഇസ്ലാമിനെ കൊണ്ടിടുകയാണ്. പക്ഷെ അവരെയൊക്കെ മനസ്സിലാവാത്തത് ഇസ്ലാം ഒരു ടോട്ടാലിറ്റേറിയൻ വേ ഓഫ് ലിവിംഗ് ആണ്. അതൊരു കൾട്ടാണ്, അതൊരു റിലീജിയൻ അല്ല. എല്ലാ റിലീജിയന്റെ അണ്ടറിൽ ബ്ലാങ്കറ്റിൽ ഇസ്ലാമിന് ഇടുമ്പോൾ അത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. പിന്നെ ഇവരുടെ ഒരു മെയിൻ ഈ ലെഫ്റ്റ് വിംഗേഴ്സിന്റെ ഒരു മെയിൻ പുറത്ത് പറയുന്ന ഒരു കാര്യം അതെന്താന്ന് വെച്ചാൽ ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കുക, മറ്റുള്ളവർ ജീവിക്കാൻ വിടുക. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ ടോളറന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ അതിന് അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസസ് ഉണ്ട്. നിങ്ങൾ ജീവിച്ചോ, പക്ഷെ നിങ്ങൾ മറ്റുള്ളവർ ജീവിക്കാൻ വിടുക എന്ന് പറയുമ്പോൾ എന്ത് വാല്യൂ സിസ്റ്റത്തിലാണ് മറ്റുള്ളവർ ജീവിക്കുന്നത് അത് അറിയണ്ടേ? നിങ്ങളെ നെയ്ബേഴ്സ് എന്ത് വാല്യൂ സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ അറിയണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു ഡിന്നർ വെച്ച് ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാരെ ഫുൾ ഇൻവൈറ്റ് ചെയ്യില്ലല്ലോ. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ മാത്രമേ നിങ്ങൾ വീട്ടിൽ വിളിച്ച് ഫുഡ് കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ പീസ്ഫുൾ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ നാട്ടില് നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, കുറച്ചൊന്നുമല്ല ഒരുപാട് ആൾക്കാരെ അൺചെക്ഡ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ വാല്യൂ സിസ്റ്റം എന്താണെന്ന് അറിയണം. അപ്പൊ അവരുടെ വാല്യൂ സിസ്റ്റം അറിയാതെ ലെറ്റ് ലീവ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ. അങ്ങനെ പറയുമ്പോൾ അതിന് വലിയ വലിയ കോൺസിക്വൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ FGM. സോ ഇവര് നമ്മള് ഈ ഒരുപാട് ജർമ്മനിയിലും അതുപോലെ UK നെതർലൻഡ്സിലൊക്കെ FGM ഈ നാട്ടിലെ അത്രയും പ്രാകൃതമായിട്ടുള്ള ഒരു, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, അത്രയും പ്രാകൃതമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇവിടെ യൂറോപ്പില് ഒരുപാട് ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രാക്ടീസ് ചെയ്തിട്ട്. സോ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രാക്ടീസും അത് ഇവരുടെ കൾച്ചറല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ലിബറൽ ഫെമിനിസ്റ്റുകൾ അത് അംഗീകരിച്ചു കൊടുക്കുവോ? കഴിഞ്ഞ വർഷം നെതർലൻഡ്സിൽ ഒരു സിറിയൻ പാരന്റും അവളുടെ ബ്രദേഴ്സും കൂടി അവരുടെ മോള് വേറൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഡച്ച് ആയിട്ടുള്ള ആളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ചളിയില് കൊന്നിട്ട് അവരെ
അവളെ ബെറി ചെയ്തു. എന്നിട്ട് അയാൾ നെതർലൻഡ്സിൽ നിന്ന് മുങ്ങി. ഇതുപോലെ ഓണർ കില്ലിംഗ് അവരുടെ കൾച്ചറിൽ വളരെ നോർമലാണ്. എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ നാട്ടിലെ ഓണർ കില്ലിംഗ് വളരെ വളരെ കോമൺ ആയിട്ടുള്ളത്. സോ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറയുമ്പോൾ ഇവരുടെ നാട്ടിലുള്ള ഈ കൾച്ചറൊക്കെ സമ്മതിച്ചു കൊടുക്കണം എന്നാണോ ലിബറൽസ് പറയുന്നത്? അതിനോട് എനിക്ക് ഫണ്ടമെന്റലി വിയോജിപ്പുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഇവര് പറയും ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഈ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള, ഫോർ എക്സാമ്പിൾ അഫ്ഗാനിസ്ഥാൻ എന്ന ആളുകളൊക്കെ അവര് ജനറേഷനലി അത്രയും സെക്സിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ളതാണ്. സ്ത്രീകളെ വെറും ഒബ്ജക്ട്സ് ആയിട്ട് മുത്തുനബിയുടെ പാത എക്സാക്ട്ലി ചാണിന് ചാണ് മുഴത്തിന് മുഴന്നുള്ള രീതിയിൽ പിൻപറ്റുന്ന കുറച്ച് ആൾക്കാരാണ് അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാർ. എല്ലാവരും ഞാൻ പറയുന്നില്ല, അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാർ അതാണ് അവരുടെ ഐഡിയ, അതാണ് അവരുടെ പഠിച്ചു വന്ന സാധനം. സോ അത് ഇൻഗ്രെയിൻഡ് ആണ്, അവരത് മോശം കാര്യമായിട്ട് കാണുന്നേ ഇല്ല. സോ ഓഫ്കോഴ്സ് അവർക്ക് യൂറോപ്പിൽ വന്നിട്ട് ഒരു ബാറിലിരുന്ന ഒരു പെണ്ണ് ലൈക്ക് അൽക്കോഹോൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ ഇവരുടെ മനസ്സിൽ അവള് മോശക്കാരിയാണ്. ഒരു ഷോർട്ട് ഡ്രസ് ഇട്ട ആള് ഒരു പെണ്ണിനെ കണ്ടാൽ അവരുടെ മനസ്സിലൊരു മോശക്കാരിയാണ്. ഈവൻ വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരായിട്ട് പോലും അവർ ചിന്തിക്കുന്നത് ഈ സ്ത്രീകൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവര് മോശക്കാരികളാണ്, ദർ ആസ്കിങ് ഫോർ ഇറ്റ്, അങ്ങനെയാണ് ഇവരുടെ മനസ്സിലുള്ളത്. സോ ഇങ്ങനത്തെ ഇത്രയും ലൈക്ക് അവരുടെ മനസ്സില് ലൈക്ക് സോളിഡിഫൈഡ് ആയിട്ടുള്ള കുറച്ച് തോട്ട്സ് ഇത് ഇൻഗ്രൈൻഡ് ആയിട്ടുള്ളപ്പോൾ ഇത് അൺലേൺ ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ യൂറോപ്പിലോ ജർമ്മനിയിലോ വന്നിട്ട് ഓക്കെ ഇത്രയും നാള് ഞാൻ അഫ്ഗാനിയായിരുന്നു, ഞാൻ സ്ത്രീകളെ ഒബ്ജക്റ്റ് പോലെ കണ്ടത്, ഇന്ന് മുതൽ ഞാൻ നല്ലപോലെ പെരുമാറുന്ന അവർ ചിന്തിക്കൂല. സോ ഈ അൺലേൺ ചെയ്യാനായിട്ട് അതായത് ഒരു എയർ ടിക്കറ്റ് ഒരു വിസ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കൾച്ചർ മാറൂല ഇല്ല. ദാറ്റ് ഈസ് ദ പോയിന്റ്. പക്ഷെ ഈ ലിബറൽ ഫെമിനിസ്റ്റുകൾ അങ്ങനെ വിചാരിക്കുന്നത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം, സക്സസ്ഫുൾ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരും കൂടെ ആദ്യം വിചാരിക്കണം, അല്ലാണ്ട് വെറുതെ ഫോഴ്സ്ഫുൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ലൈഡ് ഇങ്ങനെ റൈറ്റിലോട്ട് ഡാൻസ് മാസ്റ്റർ വിക്രം റൈറ്റിലോട്ട് മാറ്റും. ഇനി ഈ ലിബറൽ ഫെമിനിസ്റ്റ് ഇപ്പൊ ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇത്രയും വർഷങ്ങളായിട്ട് സ്ത്രീകൾക്ക് ജോലി എടുക്കാനുള്ള അവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരുപാട് വർഷങ്ങളായിട്ട് ഫെമിനിസ്റ്റുകൾ ഫൈറ്റ് ചെയ്ത് സ്ത്രീകൾക്ക് ഒരുപാട് റൈറ്റ്സ് നേടി തന്നിട്ടുണ്ടെങ്കിൽ ആ റൈറ്റ്സിനെ ഇവർ അൺഡു ചെയ്യാണ്. അത് ഫുൾ എടുത്തിട്ട് സ്ത്രീകളെ ഇവിടെ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ അത് ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലോട്ട് ഇവിടുത്തെ ലിബറൽ ഫെമിനിസ്റ്റുകൾ കൊണ്ടുവന്നെത്തിക്കുമ്പോൾ ഇത്രയും കാലം സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ഫെമിനിസ്റ്റുകളുടെ ജോലിയൊക്കെ എന്തായി? അതൊക്കെ വെള്ളത്തിലായി. കാരണം ഇപ്പൊ ഒന്നും ചെയ്താലും പ്രശ്നമില്ല, നമുക്ക് പറയാൻ പോലും പറ്റില്ല ആരാണ് റേപ്പ് ചെയ്തെന്നുള്ളത്. ആ ഒരു അവസ്ഥയിലാക്കി വെക്കുമ്പോൾ ഇവർ ഇത്രയും കാലം ഈ ഫെമിനിസ്റ്റുകൾ ചെയ്ത വർക്ക് വേസ്റ്റ് ആക്കല്ലേ? ഇവരുടെ ഈ ഒരു സ്റ്റാൻസ്, ഇത് ആരിഫിന്റെ ചാനലിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. സൈലൻസ് ആണെങ്കിലും ഈ റേപ്പിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഇവരുടെ ഒരു മെന്റാലിറ്റി ആണെങ്കിലും ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻസ് ഇവർ തിരിഞ്ഞു കൊത്തും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാല് ഇവര് പുറത്ത് ഇത് പറയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവര് ഈ സ്റ്റാൻസ് എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ളിൽ അറിയാം ഇങ്ങനത്തെ കുറച്ച് ഇമിഗ്രൻസ് ഇങ്ങനെയാണ് എന്നുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് അറിയാം, അവര് പുറത്ത് പറയില്ല ഞങ്ങൾക്ക് ഇങ്ങനത്തെ ആന്റി ഇമിഗ്രന്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന്. പക്ഷെ അവർ പോയി വോട്ട് ചെയ്യും. എങ്ങനെ? എക്സ്ട്രീം റൈറ്റ് വിങ് പാർട്ടീസിനെ അവർ വോട്ട് ചെയ്യും. അങ്ങനെ എക്സ്ട്രീം റൈറ്റ് വിങ് പാർട്ടീസ് അധികാരത്തിൽ വരുമ്പോൾ ഇവര് വർക്ക് ചെയ്യുന്നത് എക്സ്ട്രീം റൈറ്റ് വിങ് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു സ്റ്റാൻസിലൂടെ ആക്ച്വലി ഇൻഡയറക്ട്ലി എന്താവും? റൈറ്റ് വിങ് വളരും. സോ റൈറ്റ് വിങ് വളർന്നു കഴിഞ്ഞാല് പിന്നെ ഇവരുണ്ടാവില്ലല്ലോ. സോ ഇവരുടെ ഈ ഒരു ആക്ഷൻ ഇവരെ ശരിക്കും തിരിഞ്ഞു കൊത്തുന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാല് ഒരുപാട് തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്നും ഇൻക്ലൂഡിങ് ഇന്ത്യയുടെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാർ മെയിൽ വയലൻസ് ഒരുപാട് അധികമുള്ള കുറെ രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഈ മെയിൽ വയലൻസ് അധികമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഒരു സേഫ് ഹേവൻ ആയിട്ട് എസ്കേപ്പ് ചെയ്യുന്നത് യൂറോപ്പിലോട്ടാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ പീസ്ഫുൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് എസ്കേപ്പ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് സ്ത്രീകളുണ്ട്. പഠിത്തത്തിനായിട്ടും യൂറോപ്പിൽ പോയിട്ട് പിന്നെ തിരിച്ച് നാട്ടിലോട്ട് വരാത്ത ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. സോ ഇവര് ഇങ്ങനത്തെ നാടുകളിലോട്ട് പോകുന്നത് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ ഈ നാട്ടില് കംപ്ലീറ്റ് സേഫ്റ്റി ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇവർക്കറിയാം ഇവരുടെ നാട്ടിലുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു, അവരുടെ മെന്റാലിറ്റി എങ്ങനെയായിരുന്നു. ആ മെന്റാലിറ്റിയുള്ള ആൾക്കാരുടെ അടുത്താണ് ഈ ഗേൾസ്, ഈ വുമൺ എസ്കേപ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ വുമണിനെ ഈ സെയിം മെന്റാലിറ്റിയുള്ള ആൾക്കാർ വീണ്ടും ഫോളോ ചെയ്യാണ് ഇവര് യൂറോപ്പിലോട്ടൊക്കെ. സോ പിന്നെ ഇവർ എങ്ങോട്ടാ പോവാ? സേഫ്റ്റിക്ക് വേണ്ടിട്ട് എവിടെ പോവാ? നിൽക്കുന്ന സ്ഥലം തന്നെ സേഫ്റ്റി ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിട്ട് പിന്നെ സ്ത്രീകൾ എങ്ങോട്ടാ പോവാ? ദുബായ് ഷെയ്ഖിന്റെ ഭാര്യയ്ക്ക് പോലും ഇതാണ് അവസ്ഥ. അതെ. ഇനി എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ഈ ഇപ്പൊ നെക്സ്റ്റ് ജനറേഷൻ ഈ ഫെമിനിസ്റ്റുകളുടെ ഈ ഒരു സ്റ്റാൻസ് എന്നുവെച്ചാൽ റേപ്പിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ സൈലന്റ് ഇസ്ലാമോഫോബിയ എന്നുള്ള ചാപ്പ് കൊടുത്ത്, സെനഫോബിയ ഇസ്ലാമോഫോബിയ എന്നുള്ള ചാപ്പ് കൊടുത്തിട്ട് എല്ലാവരെയും സൈലന്റ് ആക്കി, എന്നിട്ട് റേപ്പും അതുപോലെ വയലൻസും ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു സോഷ്യൽ സ്റ്റാൻഡിങ് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സമൂഹത്തിനാക്കി മാറ്റുമ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ഓഫ് വുമൺ നിങ്ങൾക്ക് പുറത്തു തരില്ല.
ലൈക്ക് നിങ്ങളുടെ ആ ഒരു സൈലൻസിന് അവര് കൈൻഡ്നെസ്സോട് കൂടിയല്ല ഭാവിയിൽ നോക്കിക്കാണാം. അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അവർ നിങ്ങൾ ഈ നാട്ടിനെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ക്യൂഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, കുറെ കോഎഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ശരിക്കും അതിന്റെ വയലൻസ് അനുഭവിക്കുന്ന സ്ത്രീകള് നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ കൈൻഡ്നെസ്സോടെ ഭാവിയിൽ നോക്കി കാണില്ല. സോ അതാണ് എനിക്ക് ലിബറൽ ഫെമിനിസ്റ്റുകളോട് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്.